ഏത് കോപ്പിലേക്കാണ് വണ്ടി ഓടിച്ചു പുല്ലേ എന്നെ തന്നെ വേണം തന്നിട്ട് നിന്നോ നാറി ഞാൻ ആരാന്ന് കഴിയണം ഞാൻ ആരെങ്കിലും മറ്റുള്ളവരുടെ നെഞ്ചിൽ വണ്ടി ഓടിക്കണം എന്നെ കാര്യം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ പറയുന്നത് നാറി മര്യാദയ്ക്ക് സഹിക്കും ഞാൻ വളരെ മാന്യമായി ഓടിക്കുന്നു അത് മേലോട്ട് വിടും ഞാൻ സർവീസ് റോഡിൽ വരുമ്പോൾ മറ്റു ആരും ശ്രദ്ധിക്കണം നീ ആരാണ് എന്നെ നിയമം പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള വണ്ടി ഓടിക്കും ഡ്രൈവ് ചെയ്ത് തന്നെ മദ്യപടക്കുന്നുണ്ടല്ലോ ഇത്രയ്ക്ക് ചോദിക്കുക താനാണോ സിറ്റി കമ്മീഷണർ ആ ഇപ്പൊ മനസ്സിലായി മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയിട്ട് നടന്നോട് ന്യായം പറയുന്നല്ലേ ഇവിടെ നിയമം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വിളിക്കാം ആരുടെ ഭാഗത്താണ് ശരിയെന്ന് സിറ്റി കമ്മീഷണർ തനിക്കിന്ന് തന്നെ ഞാൻ ട്രാഫിക് റൂൾ പഠിച്ചത് പോലീസ് മദ്യപിച്ച് വണ്ടി ഓടിച്ച് മാറ്റി ഓടിക്കുന്നത് ഞാനാണെന്ന് അറിയില്ല നീ ഇതിനെല്ലാം അനുഭവിക്കും മര്യാദയ്ക്ക് നിന്റെ ഉടക്കം എടുത്ത് പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ 4 വീലോട് നിനക്ക് 2 വീലോട് ഞങ്ങളുടെ പുച്ച സാധാരണ നടക്കുന്നതല്ലോ ഒരു തിരി അങ്ങനെ ഉണ്ടാ പറ്റില്ല ഞാൻ ആ മെയിൻ റോഡിൽ വന്നത് ഒരുമിച്ച് മരിക്കാം മുന്നിൽ അത് മാത്രമേ വഴിയുള്ളൂ ഞാൻ പറഞ്ഞാലേ ഒന്ന് മര്യാദയ്ക്ക് അടങ്ങിയിരുന്നു എന്റെ ഇതിന് മുന്നിൽ ഞാൻ സ്നാനം ചെയ്തെടുക്കാൻ പോകുന്നു നിന്നോട് ഞാനൊരു 100 വട്ടം പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് മരിക്കാന്ന് എന്നിട്ട് നീ ആദ്യം പോയല്ലേ ഞാനും വരുന്നു എന്റെ ദൈവമേ അയ്യോ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കും
കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് കാണണ്ട, മോൾക്കുട്ടിക്ക് കാണണ്ട. എന്നെ കാണാനാച്ചോ കുറച്ച് കത്തിക്കഴിഞ്ഞ എല്ലു കൃഷ്ണൻ. പഠിക്കാൻ എന്ത് മിടിക്കായിരുന്നു. മാലാഖയെ പോലെ ആയിരുന്നു മാലാഖ. എടാ വനിതാ പോലീസിന്റെ കൈയല്ല ഞങ്ങളുടേത്. ചാവിട്ടി കൂട്ടി ഞാൻ പറഞ്ഞാ. എന്താണ് നിന്റെ പേര്? എനിക്ക് വിശക്കുന്നു. വിശക്കുന്നോ? കൊല്ലാനായിട്ട് നിനക്ക് രണ്ടുപേരെ തരട്ടെ. നിന്റെ വിശപ്പ് മാറുമോ? എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. എനിക്ക് കഴിക്കാൻ ചിക്കൻ ബിരിയാണി വേണം. ബിരിയാണിയൊക്കെ നിനക്ക് മേടിച്ചു തരാം. അതിന്റെ ഇടയിലെ നമുക്ക് കുറച്ച് കൊച്ചു വർത്താനം കൂടി പറയാം. എന്തുവാടാ നിന്റെ പേര്? ചോദിച്ചത് കേട്ടില്ലടാ. എന്തിനാടാ നീ നിന്റെ അനിയനെ കൊന്ന്? സാറേ, ആ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല സാറേ. അവനെ തീ കൊടുത്തിട്ട് തലേ കൂടി പെട്രോൾ ചെന്തറ കത്തിക്കാതിരുന്നത്. 10-70 വയസ്സുള്ള വൃദ്ധയെ നീ കൊന്നു കളഞ്ഞല്ലോടാ. ഇന്നാടാ കുത്തി കേറ്റ്. പല ക്രൈമുകളും നമ്മൾ കണ്ടിട്ടുണ്ട് സാർ. പക്ഷെ ജീവിതത്തിൽ ഇതുപോലൊരു ദുരന്തം നമ്മൾ നേരിട്ടിട്ടില്ല. ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സാർ. അതിനാൽ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒരു 5 മിനിറ്റ് പിശാചിനെ ഞങ്ങൾക്ക് വിട്ടാ സാറേ. പ്രസന്ന, അവൻ ആഗ്രഹിച്ച ഭക്ഷണം നമ്മൾ കൊടുത്തു. ഇനി നമ്മുടെ ആഗ്രഹം അവൻ സാധിച്ചു തരണം. അതെ അതെ, അതല്ലേ അതിന്റെ ശരിയാ. എന്താടാ വയറ് നിറഞ്ഞോ? എന്താടാ ഒരു വല്ലാത്ത നോട്ടം? ഇദ്ദേഹമല്ലേ ഞാൻ. 5 പേരെ കൊന്ന കഥ കേൾക്കാൻ ഒരു കോഴി ബിരിയാണി. കൊള്ളാം. കൊന്നു സാറേ. ദയ അർഹിക്കാത്ത സമൂഹത്തിന് ഒരു ഗുണമില്ലാതെ ജീവിക്കുന്നവരെ ഞാനങ്ങ് കൊന്നു. കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ 1-2 വേസ്റ്റുകളെ കൂടി കൊല്ലായിരുന്നു. എനിക്ക് മരിക്കണമായിരുന്നു സാറേ. എന്നെ മരിക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ എന്തിനാ എന്നെ എവിടേക്ക് കൊണ്ടുവന്നേ? കൊല്ല് സാറേ, എന്നെ അങ്ങ് കൊല്ല്. നിന്നെ സ്നേഹിച്ച പെൺകുട്ടിയെ എന്തിനാണ് പന്നക്കടി പോലെ നീ കൊന്നു കളഞ്ഞത്? എന്തൊരു മഴ ഇത്. നമുക്ക് വേണ്ടി പെയ്യുന്നല്ലേ, പെയ്യട്ടെ. എനിക്ക് വല്ല പനി വന്നാൽ ഞാൻ ചത്തുവോ? നീ ചാവണെങ്കിലേ ഞാൻ ഇല്ലാതാവും. മഴ 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 മഞ്ഞിൻ കുളിർ പോലെ പുതുമഴ അനുരാഗമൗലുമീ പൂമഴ. മഞ്ഞിൻ കുളിർ പോലെ പുതുമഴ അനുരാഗമൗലുമീ പൂമഴ. ഹിമബിന്ദു അണിയിച്ചൊരുന്മാദ ലഹരി തോരാത്ത പ്രണയമായൊഴുകും മഴ. എൻ കാതിലോതുന്നു ശ്രീരാഗമായി എന്നുള്ളിൽ നിറയുന്നൊരനുഭൂതിയായി. മഞ്ഞിൻ കുളിർ പോലെ പുതുമഴ അനുരാഗമൗലുമീ പൂമഴ. നിന്റെ ഇറന്നിറ മിഴികൾ തുടിച്ചു സജലമാമോർമകൾ മധുരമഴ നുണയാൻ. നിന്റെ ഇറന്നിറ മിഴികൾ തുടിച്ചു സജലമാമോർമകൾ മധുരമഴ നുണയാൻ. പവിഴച്ചുവപ്പിൻ നഗരം ഒഴിഞ്ഞു നിന്നങ്കലാവണ്യമെന്നീലലിഞ്ഞു. നാം ഇരുവരൊന്നായി മോഹങ്ങൾ പങ്കിടാം ആനന്ദവർഷമായി ഇര ചേർന്നൊഴുകിടാം. ലലലലലാ ചേലയുലയുന്ന നിന്മാറിൽ തീരാത്ത ദാഹങ്ങൾ നനവു നുകരുമ്പോൾ. വാർമുകിൽ ചേലയുലയുന്ന നിന്മാറിൽ തീരാത്ത ദാഹങ്ങൾ നനവു നുകരുമ്പോൾ. കടമിഴിപ്പീലികൾ മെല്ലെ അണയുന്നു നെടുവീപ്പുകൾ മണ്ണിൽ പുതുഗന്ധമായി. പൂവിളം ചുണ്ടിലെ ദരമർമരങ്ങൾ മധുഗാനമുതിരുന്ന നിർവൃതികളായി.
പോലെ പുതുമഴ അനുരാഗമോലും ഈ പൂമഴ ഹിമബിന്ദു അണിയിച്ചൊരുന്മാദ ലഹരി തോരാത്ത പ്രണയമായൊഴുകും മഴ എൻ കാതിലോതുന്നു ശ്രീരാഗമായി എന്നുള്ളിൽ നിറയുന്നൊരനുഭൂതിയായി മഞ്ഞിൻ കുളിർ പോലെ പുതുമഴ അനുരാഗമോലും ഈ പൂമഴ. എന്തൊരു മഴയാണിത്. ജീവാ മോനെ, ഫോൺ എടുത്ത് കളിക്കല്ലേ, പുറത്ത് നല്ല ഇടിമിന്നലുവാ. കേക്കണ്ട പറയണേ. മഴയാണേലും വെയിലാണേലും അമ്മയ്ക്കൊന്നും പരാതിയാ. ആഹാ, എനിക്കെന്താണ് പരാതി? മഴയാണേ അമ്മ പറയും യോ എന്തൊരു മഴാന്ന്, ഇനി വെയിലാണേ അമ്മ പറയും ഹോ ചൂട് കാരണം മനുഷ്യനോട് ജീവിക്കാൻ വയ്യാന്ന്, ഒന്ന് മഴ പെയ്തിരുന്നെങ്കിലും ഒന്ന്. അമ്മോ, ആ വിഷ്ണുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ മേ. ആ മഴയല്ലേ, എവിടെയെങ്കിലും കയറി നിൽക്കണ്ടാവും വേണമെങ്കിൽ. അമ്മേ, കംപ്ലീറ്റ് നനഞ്ഞാ വന്നിരിക്കുന്നേ. അയ്യോ, എന്താ മോനെ ഇത് മൊത്തം നനഞ്ഞല്ല. ഞാൻ പറഞ്ഞിട്ടില്ല മഴ പെയ്ത് എവിടെയെങ്കിലും കയറി നിൽക്കണമെന്ന്. ഇതാമേ, ഇതുകൂടി ഇട്ടു. ചേട്ടനൊന്ന് നനഞ്ഞപ്പോഴത്തേക്കും അനിയന്റെ കയറ് കണ്ടില്ലേ. ഇവൻ പനി പിടിച്ച് കിടന്നാലേ എന്നെ ആര് സ്കൂളിൽ കൊണ്ടുപോകും? എനിക്ക് അൽഫാമും ഷവായിട്ട് ആര് വായിക്കും? ഓ, അപ്പൊ അതാണ് നിന്റെ വിഷമം. അതൊന്നും അല്ലടാ, നീ എന്ന് പറഞ്ഞ അവന് ഭയങ്കര ജീവനാ. പിന്നെ അവന് മാത്രമല്ലല്ലോ, നിനക്കും അങ്ങനെ തന്നെയല്ലേ അല്ലേ? ആ നിങ്ങളുടെ ഈ സന്തോഷം കാണാൻ അച്ഛൻ കൂടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതിനച്ഛൻ ചത്തുപോയെന്നില്ലല്ലോ അമ്മേ, നമുക്കിപ്പോ ഇല്ലാതിരിക്കാം. കിടന്ന് നരകിക്കല്ലേ മോനെ. വിഷ്ണു അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള നമ്മുടെ സന്തോഷത്തിനിടയിലേക്ക് അച്ഛനെ വലിച്ചേക്കരുത്. എങ്ങനെയെങ്കിലും നമുക്ക് ജീവിച്ചു അമ്മേ. അമ്മേ, അച്ഛൻ ഗൾഫിൽ നിന്ന് വരില്ലേ? വരും മോനെ, അച്ഛൻ വരും. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ മാറും. പാലപ്പുറം പഞ്ചായത്തിന് ജനകീയാസൂത്രണം വഴി ലഭിച്ച ഏറ്റവും വലിയ തുകയാണിത്. ഇത് അനുവദിച്ച ഗവൺമെന്റിന് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. സാറേ, ഡി ഗ്രേഡ് പഞ്ചായത്തിന് വലിയ തുക അനുവദിച്ചിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് ശ്രീ ഷാജഹാന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. മെമ്പർ രാജുവിന് കുശുമ്പാണ്. മെമ്പർ രാജുവ് എവിടെയെങ്കിലും ഇട്ടൊരു കുത്തു. 3 കോടി രൂപയാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അതിൽ റോഡിനായി ചെലവഴിക്കാൻ എത്ര തുകയുണ്ട്? 30% നമ്മൾ റോഡിന് വേണ്ടി ഉപയോഗിക്കും. അതായത് 3 കോടിയുടെ 30%. അതായത് 90 ലക്ഷം. എന്റെ വാർഡിൽ 3 റോഡുകൾ കുളവായി കിടക്കുക. എന്റെ വാർഡിന്റെ റോഡിന്റെ സ്ഥിതി നേരിട്ട് കണ്ടതാണല്ലോ. ദേ പ്രസിഡന്റ്, വീതം വെക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പറ്റിക്കരുതേ. ഭരണകക്ഷി മെമ്പർമാർക്ക് കൂടുതൽ അനുവദിക്കാതെ എല്ലാ വാർഡുകൾക്കും തുല്യ പരിഗണന നൽകണം. പ്രസിഡന്റ്, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി പാടവരമ്പത്തോടുള്ള അതൊന്ന് നടപടിയാക്കി തരണം. അത്രയെങ്കിലും ചെയ്യണം. നമ്മുടെ പാലപ്പുറം പഞ്ചായത്തിലെ മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു. പാത ഒരുക്കുന്നതിനായി നമ്മുടെ 30% ഫണ്ട് അർഹതയനുസരിച്ച് എല്ലാ മെമ്പർമാർക്കും നൽകുന്നതായിരിക്കും. ബാക്കി 70% ഫണ്ട് നമുക്ക് ചർച്ച ചെയ്ത് എന്തിനൊക്കെ വേണമെന്ന് തീരുമാനിക്കാം. പിന്നെ ഒരു പ്രധാന വിഷയമുണ്ട്. നമ്മുടെ നാട്ടിലെ പുതുതലമുറയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷം, അതൊരു വലിയ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കുട്ടികളിലെ ലഹരി ഉപയോഗം. എന്തിന്? നമ്മുടെ ഹൈസ്കൂളിലെ പെൺകുട്ടികൾ വരെ ഇന്ന് ഇതിന് അടിമകളായിരിക്കുന്നു. നിയമം കൊണ്ട് മാത്രം ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മുടെ ഗ്രാമത്തിനെങ്കിലും ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം പ്രസിഡന്റ്. നമ്മുടെ എല്ലാ വാർഡുകളിലും നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ എത്തിപ്പെടണം. കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയും. അവർക്ക് ഇത് നൽകുന്ന ആളുകളുടെ പേരുകൾ. സത്യം, ഇവന്മാരെയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കണം. നമുക്ക് ഈ പാലപ്പുറം പഞ്ചായത്തിനെ ലഹരി വിമുക്ത പഞ്ചായത്താക്കി മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് പഞ്ചായത്ത് മെമ്പർമാരായി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇത്തരം നല്ല കാര്യങ്ങൾക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് പാലപ്പുറം പഞ്ചായത്ത്. എന്തായാലും എന്റെ വാർഡിൽ നാളെ മുതൽ ലഹരിക്കെതിരെ പ്രചരണവുമായി ഞാൻ രംഗത്തിറങ്ങും. നീ ആരെയാണെന്ന് വിളിച്ചേ? നിന്റെ ചേട്ടനെ? ഒരു കാര്യം അറിയോ? നിന്നേക്കാൾ 10 വയസ്സിന് മൂത്തതാവൻ. മൂത്തതായത് എന്റെ കുറ്റാണോ? എന്നെ ഇടാന്നല്ലേ അവൻ എപ്പോഴും വിളിക്കുന്നേ. വല്ലപ്പോഴും എനിക്ക് അവനെ വിളിച്ചൂടെ? അല്ലേ ചേട്ടാ? എന്താണ് തുളസി, കൊച്ചുമോനായിട്ടൊരു കൊച്ചു വർത്താനം? പോടാവിടുന്ന്. വന്ന് അമ്മയെ പേര് വിളിക്കാൻ തുടങ്ങിയ നീ. അമ്മയ്ക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതിൽ പുന്നാരം.
അത് പോട്ടെ. ഇന്ന് ചേട്ടൻ എന്നെ കൂടെ എങ്ങോട്ടാ കറക്കം? എങ്ങോട്ടാ ജീവ? ബുള്ളറ്റ് പോകുന്നിടത്തേക്ക് വാ ചേട്ടാ, ഒന്ന് സ്റ്റാർട്ട് ആക്ക്. എടാ ജീവ, നീ ഹെൽമെറ്റ് എടുത്താ? അയ്യോ മറന്നുപോയി. ഓർമ്മിപ്പിച്ചത് നന്ദി തുളസി ബൈ. സൂക്ഷിച്ചു പോണേ മോനെ. എന്ത് പറ്റി? ഇന്നൽപ്പം നേരത്തെ എത്തിയല്ലോ. അവിടെ സാധനം തീർന്നു, മഴയായാലും ഞാഞ്ഞു പോന്നു. തലയ്ക്ക് പിടിക്കാനുള്ളത് വല്ലതും കിട്ടിയോ? പിന്നെ കിട്ടാതെ വരുമ്പോൾ ഇപ്പൊ നോക്കി ഈ ദോശക്കറി ചാക്കൊക്കെ ആരാ? ആരാണെന്ന് മോളോടി എന്ന് ചോദ്യം. നിന്നെ കൊണ്ടാക്കിയതിന്റെ കാരണം ശ്രീധരൻ തന്നെയല്ലേ മോളെ? അതൊന്നും സാരമില്ല ചാ, 2 ദിവസം കഴിയുമ്പോൾ അങ്ങനെ വരത്തില്ലേ. പിന്നെ എനിക്ക് 2 ദിവസം അമ്മയോടെ നിൽക്കാലോ. അത് തന്നെയല്ല, തള്ളയുടെ ദുർമുണ്ട് എനിക്ക് കാണണ്ടല്ലോ. ദോശ ഇങ്ങനെ എടുക്കുന്ന എന്നാ മോളെ. അളിയോ അളിയനാ? ആരളിയൻ? ഏയ് നിന്റെ പൊന്നാങ്ങളെ വന്നിരിക്കുന്നു. ആങ്ങളെ, എന്റെ പൊന്നാങ്ങളെ. ആരളി നിന്റെ ആങ്ങള? ഞങ്ങളുടെ ആശാനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? വടിവാള് സുമാരെന്ന് കേട്ടാലേ പലരും പാനിക്കും. ഓ ഞങ്ങൾക്ക് അങ്ങനെ പനിക്കത്തൊന്നുമില്ല, ഞങ്ങളെ ഒരു ചോരയാ. ഞാൻ ശിഷ്യനായ ശേഷം ആശാൻ 10 മടങ്ങ് ഉഷാറായി. ഞാൻ ആലപ്പുഴ, അതിന്റെ ശിഷ്യൻ ഓബ്ര രാജേഷ്. ഞാൻ ചാക്കോ, ദോശക്കല്ല് ചാക്കോ, നിങ്ങളുടെ വടിവാൾ സുമാറിന്റെ പൊന്ന് പെങ്ങളെ കെട്ടിയവൻ കേട്ടടാ. ആ വീൽ ചെയറിലാണ് വടിവാള് സുമാരെന്ന് നിങ്ങൾ കരുതരുത്. ഈ ഇരിപ്പിലെ 12 ആശാന് കഴിയും. ഒന്ന് പോടാ. ഇന്നത്തെ പല പണക്കാരുടെയും പണപ്പെട്ടി കാവൽ സൂക്ഷിപ്പുകാരനായിരുന്നു എന്റെ ആശാൻ. വടിവാളെ ആശാൻ ഒരു വീക്ക്നെസ് ആയിരുന്നു. ആ വടിവാളിന് ആശാന്റെ പേരിനൊരു അലങ്കാരമായി, ഒരു പത്മശ്രീ പട്ടം പോലെ. ശരി ആശാനെ? വർഷങ്ങൾ 25 കഴിഞ്ഞു. അല്ല 27. ചാക്കോച്ചന് നല്ല ഓർമ്മയുണ്ട്. എന്നെ ഈ ചക്രക്കസേരയിൽ 25 വർഷമായി ഇരുത്തിയിട്ട്. അളയാ അതിന് ഞാൻ അറിഞ്ഞോളയാ, അവ അളയാൻ 2 കാലം തല്ലി ഓടിക്കുന്നു. അന്നളിയ ഈ നാട്ടുകാരൻ പെർപ്പറ്റുന്ന ചട്ടമ്പിയല്ലായിരുന്നു. അങ്ങനെ മുറയ്ക്ക് വന്നിങ്ങനെ കാല് തല്ലി ഒടിച്ചൊടിച്ചെന്ന് പറഞ്ഞാൽ വീണ്ടും ആ കാല് തിരിച്ചു കിട്ടുമോ? ചുമ്മാ ജാതി അല്ലാത്തോണ്ടാ ഞാൻ എതിർത്തത്. എന്നിട്ടാ എന്റെ കാല് തല്ലി ഓടിച്ചത്. അയ്യോ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അന്ന് ഞാൻ ഇവിടെ തട്ടിക്കൊണ്ട് വന്നതെന്നുള്ളത് നേരാ. അതിന് ഞങ്ങളെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ. ഏതായാലും എനിക്കൊരു ഏറ്റ പെങ്ങളെ തന്നെ കിട്ടിയത്. ഒരു സഹോദരന്റെ 2 കാലും തല്ലി ഓടിച്ച് ഒരുത്തന്റെ കൂടെ അങ്ങോട്ട് പോയി. അളയാ അന്ന് ഇതിന്റെ തലയൊന്ന് വീണതല്ലേ? ഈ മാവെടുത്ത് ഞാൻ നിങ്ങളുടെ മോന്തയ്ക്ക് കൊടുക്കും. നീ എന്റെ മോന്ത കഴിക്കണ്ട, നീ 2 ദോശ ഇട്ട് നിന്റെ ചേട്ടന് കൊടുക്ക്. അല്ല 2 ദോശ എടുക്കട്ടാ. എനിക്ക് 5 എടുത്തോ. അതെ സാമ്പാർ വേണോ ചമ്മന്തി വേണോ? അല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ട്. 2 എടുത്തോ. ദോശ ചൂടാണോ? ചൂടില്ലെങ്കിൽ ആശാനെ വാവുള്ളൂ. ഞങ്ങളുടെ വാവുള്ളൂ. അമ്മാവൻ എന്നാ പിന്നെ ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ. കഞ്ഞി നിന്റെ മോഹൻലാലിനോട് കൊടുത്താൽ മതി. ഓ ലാലേട്ടൻ ഇപ്പൊ കഞ്ഞൂടിയൊക്കെ നിർത്തി. ചൂട് ദോശ കഴിക്കമ്മ. ചേച്ചിയെ, പഞ്ചായത്തിൽ നിന്ന് എല്ലാ മെമ്പർമാരും വരുന്നുണ്ട്. ചായ കുറെ ചെലവാവും. ഓ അതിനെന്താ, എത്ര ചായ വേണമെങ്കിലും എടുക്കാമല്ലോ. ഇരിക്കും. എന്താ പിണങ്ങി വന്നതെന്നാണോ അതോ കൊണ്ടുവിട്ടാണോ? പിണക്കമുണ്ട്, ഒരു ചെറിയ പിണക്കം. പക്ഷെ കൊണ്ടുവിട്ടായിരുന്നു ഒരു കുഞ്ഞു പിണക്കം. ഇപ്പൊ ചെയ്തു. എടി മോളെ, 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞ മുതൽ ദാണ്ട പന്തടിച്ചോളെ തിരിച്ചൊന്നിരിക്കുന്നു. നിങ്ങളുടെ മോളെ കെട്ടിയെന്ന് കരുതി എന്നെ പന്ത് തട്ടുന്ന പോലെ തട്ടി കളിക്കല്ലേ. എന്റെ മനുഷ്യ, നിങ്ങളൊന്നും മിണ്ടാതിരി. നമ്മുടെ മോക്കെ ചെലവിന് കൊടുക്കുന്ന ഒരു മോനല്ലയോ? ആ ചെലവിന് കൊടുക്കുന്നത് കിട്ടാത്തതാണ് ഇടയ്ക്ക് കൊണ്ട് വീട്ടിൽ പോണത്. നിങ്ങൾ എന്താ ആളെ കളിയാക്കുകയാണോ? നിങ്ങൾ വാ, നിങ്ങൾക്ക് ഞാൻ ദോശ വേണ്ട. ഇങ്ങോട്ട് വരാ. മേളം എന്തായാലും ഗംഭീരായിരുന്നു. അതെ അതെ അലക്കി ഇന്നത്തെ ദിവസം. കഴിച്ച ദിവസത്തിനെ കാട്ടി പോലും. എല്ലാവർക്കും നല്ല ചൂട് ചായ കൊടുത്തോ. എനിക്കൊരു ലൈറ്റ് ആയിക്കോട്ടെ. എന്താ മല ഒരു ക്ഷീണം. പൂരം കഴിഞ്ഞാൽ ക്ഷീണം ഒരു പതിവല്ലേ? ഓ സിനിമാക്കാരൊക്കെ ചെണ്ടയടിച്ച് തുടങ്ങിയപ്പോഴേ മാരാരിമാർക്കൊക്കെ ക്ഷീണമായി തുടങ്ങിയല്ലയോ? അമ്മ ഉദ്ദേശിച്ച ജയറാമിനെ അല്ലടി, മോഹൻലാലിനെ. അയ്യോ മോഹൻലാൽ എപ്പോഴാ ചെണ്ടടിച്ചു തുടങ്ങി? നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ള ദൈവം നമുക്ക് തന്നെ തരും. ഇനി നേതാവ് ചവഞ്ഞാലും സിനിമാക്കാരായാലും ചെണ്ടക്കാർക്കുള്ള ദൈവം ചെണ്ടക്കാർക്ക് തന്നെ തരും. മാരാരി പറഞ്ഞു വളരെ നേരാ. മാരാരിയായിട്ട് ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി അല്ലേ? സുരേഷ് ഗോപി കോലമാകെ മാറി മാറി ലോകമില്ലാതെ, നേരമില്ലാതെ നേരുമില്ലാതെ. ചെണ്ടമേള
ചെണ്ടമേളമെന്ന പോലെ ചങ്കിടിപ്പാണേ സങ്കടങ്ങളേറി വരും നെഞ്ചരിപ്പാണേ ചെണ്ടമേളമെന്ന പോലെ ചങ്കിടിപ്പാണേ സങ്കടങ്ങളേറി വരും നെഞ്ചരിപ്പാണേ പൂക്കുറപ്പോരുത്തി പേരെടുക്കാൻ കെട്ടുകെട്ടി പൊന്നണിഞ്ഞോ മിന്നിലുള്ള മേനിയുള്ളോരേ കൊടിയുടെ മികവിൽ നാട്ടിലെത്താനോ വരും കാമുകന്മാരെ കാലമണന്നേ സ്വയം കൂടി തന്നിടാൻ സത്യത്തിൻ സപ്തമാക്കി മിഥ്യ കൂട്ടി മാനവൻ ഒന്നിന്റെ മാറ്റ ചോർത്തിടുന്നേ സത്യത്തിൻ സപ്തമാക്കി മിഥ്യ കൂട്ടി മാനവൻ ഒന്നിന്റെ മാറ്റ ചോർത്തിടുന്നേ കണ്ണീർ കൊണ്ട് ചൂണ്ടയിട്ട് പാട്ടുകൊണ്ട് പാട്ടിലാക്കി നുണകലക്കിടുന്നു മന്നവൻ അഴിമതിയുടെ സുഖമതുള്ള ലഹരിയോടെ മതിമറന്നവൻ ഒടുവിൽ തുകളുടഞ്ഞ പകല് പോലെ പൊയ്യണിഞ്ഞവൻ മണ്ണിന്റെ സ്വത്ത് മൊത്തം ഒറ്റച്ചോടി നേടണം പെണ്ണെന്ന് തോടി പോലെ വേണം മണ്ണിന്റെ സ്വത്ത് മൊത്തം ഒറ്റച്ചോടി നേടണം പെണ്ണെന്ന് തോടി പോലെ വേണം നാറ്റു നോറ്റു കാത്തു നിന്നു നോമ്പെടുത്തു നോക്കിടാതെ സകല ഭാഗ്യം എന്റെ ആകണം ശരിയുടെ വഴിയെവിടെയെന്ന് കരളെരിഞ്ഞ് തനിയെ കാണണം കഥകൾ തന്നെയോട് സ്വയം അറിഞ്ഞു മനസ്സിലേറ്റണം ചെണ്ടമേളമെന്ന പോലെ ചങ്കിടിപ്പാണേ സങ്കടങ്ങളേറി വരും നെഞ്ചരിപ്പാണേ പൂക്കുറപ്പോരുത്തി പേരെടുക്കാൻ കെട്ടുകെട്ടി പൊന്നണിഞ്ഞോ മിന്നി നിന്ന മേനിയുള്ളോരേ കൊതിയുടെ മികവിൽ നാട്ടിലെത്താനോ വരും കാമുകന്മാരെ കാലമാണെന്നേ സ്വയം കൂടി തന്നിടാൻ കാണതനാനേ റഹ കാണതനാനേ കാണതനാനേ റഹ കാണതനാനേ അല്ല ഇതാരേ ചേട്ടൻ അനിയനുണ്ടല്ലോ പഴുതെറ്റി വന്നതെന്നല്ലോ അല്ലേ അല്ല, ഇവനൊരാഗ്രഹം ദോശക്കല്ലിലെ ദോശ കഴിക്കണമെന്ന്. അച്ഛന് ഇപ്പോഴെങ്ങാനും വരുമോ മോനെ? ഇല്ല, ഇപ്പോഴും മസ്കരി തന്നെയല്ലേ? ആ മോനും അവിടെ അല്ലായിരുന്നു. ഞാനിങ്ങ് പോന്നു. പോ. ചേട്ടാ ദോശ വേണ്ട. എന്താ മോനെ ദോശ കഴിക്കാതെ പോണോ? ദേ, ഞങ്ങൾ നിങ്ങളുടെ കടയിൽ വന്നത് ദോശ കഴിക്കാനാ, അല്ലാതെ കുടുംബവാർത്ത അറിയിക്കാനല്ല. ഹെൽമെറ്റ് വെക്കടാ. ത്രീ സ്റ്റാറും 5 സ്റ്റാറും തിന്ന് മടക്കുമ്പോഴേ നൊസ്റ്റാൾജി അനുഭവിക്കാൻ പറഞ്ഞവരാ. നീ ദോശ തിരിച്ചുടി. വെള്ളാണ് എന്റെ കയ്യില്. ഞായറാഴ്ച ആയിട്ട് രണ്ടും കൂടെ പോത്തു പോലെ കിടന്ന് ഉറങ്ങാനാണ് ഭാവമെങ്കിൽ എടാ എണീക്കടാ. എടാ ജീവ, നിനക്ക് ട്യൂഷനും ഉണ്ടേ? അയ്യോ ഏട്ടാ വെള്ളം. എണീറ്റ് വേണം ഇങ്ങോട്ട്. വിഷ്ണു നീ എഴുന്നേക്കുന്നില്ലടാ. എന്തൊരു പണിയാൻ കാണിച്ചേ. മൊത്തം വെള്ളം ഒഴിച്ച് നശിപ്പിച്ച് കോട്ടെ തുറച്ചു. നമ്മുടെ ജീവമോനല്ലേ. നമ്മുടെ ജീവമോൻ ശരിയാക്കി കൊടുക്കാൻ ഞാൻ അവനെ. കുറച്ച് കുരുത്തക്കേട് കൂടുതലാ. മാറങ്ങോട്ട്. ആറ്റുകൾ മൂളുന്ന പൂങ്കുഴലാണിവൻ ഏട്ടന് കൂട്ടിന് ചേർന്നവനാണ്. ഒരു 100 ജന്മമായി കാത്തു നേടും ഈ തോരാ സ്നേഹം പങ്കുവെക്കുവാ. മാനസങ്ങൾ മധുമയമാക്കും സ്നേഹ സോദരങ്ങൾ അതിശയമാരിവില്ലായി തെളിയുകയാണ് ഈ രാഗജാതകങ്ങൾ. കാത്തു നേടും കിനാവസന്തം പൂത്തു നിൽക്കും പോലെ ഒരേ സ്വരത്തിൽ ഒരു മയിലിരു പേർ ആടുന്നുണ്ട് കളി വീട്ടിൽ. പുതുമകൾ ഉളരൊളി ചിതറിയ വീതികളിൽ ചേർത്തു നിർത്തുമാരോ കരുതലി നലയൊളി കാത്തിയ ചാരുതയിൽ നേരത്തെ തെന്നലാണോ?
സ്പോർട്സിലും ആർട്സിലും വായനയിലൊക്കെ എൻ്റെ അനിയനായിരിക്കണം ബെസ്റ്റ്. അത് എൻ്റെ ഒരു വാശിയാണ്. കലയിലും കായികത്തിലും വായനയിലും ശ്രദ്ധ തിരിഞ്ഞാൽ നീ ഒരിക്കലും ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവില്ല. ഞാനാവരുത് നീ ആവണം. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളവനാരാ? വേറെ ആര്? അത് നമ്മുടെ ജീവനല്ലേ. അവന്റെ ചേട്ടനാണെങ്കിലേ അവനെ പൊന്നു പോലെ നോക്കുന്നേ. അയ്യോ, എനിക്കൊരു ചേട്ടനുണ്ട്. എന്നെ കണ്ട അവൻ അപ്പ എന്നെ തൊഴിക്കണം. എന്റെ സത്യത്തെ വളർത്തിയത് എന്റെ അച്ഛനും അമ്മയൊന്നുമല്ല, എന്റെ ചേട്ടനാ. ആ, കരാട്ടെ പഠിപ്പിക്കുന്നു, ഫ്ലൂട്ട് പഠിപ്പിക്കുന്നു, വയലിൻ പഠിപ്പിക്കുന്നു. അയ്യോ, 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയ ഭക്ഷണം കഴിക്കുന്നത് കുഴിമന്തി, തന്തൂരി ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ, അങ്ങനെ എന്തൊക്കെയാ. എടാ, പേര് പറഞ്ഞ് കൊതിപ്പിക്കാതെടാ. ഇതിന്റെയൊക്കെ പേരെഴുതിയ ബോർഡുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ, ദുബായിലല്ലേ അവന്റെ അച്ഛന്. ദുബായിൽ വലിയ ബിസിനസ്സാ. അപ്പൊ അവന് രാജകുമാരനെ പോലെ ജീവിക്കാലോ. ഭാഗ്യവാനപ്പൊക്കാൻ ചേട്ടൻ വന്നു. എല്ലാത്തിലും ഒന്നാമനാക്കാൻ ശ്രമിക്കുന്ന ചേട്ടൻ. ഞാൻ പോന്നു, എന്റെ ചേട്ടൻ വന്ന്. അപ്പുവാ, ഈ പറഞ്ഞതെല്ലാം കളവാ. ജീവന്റെ അച്ഛൻ ദുബായിൽ ജയിലിലാണെന്ന് എന്നെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടു. ഇത് പൊങ്ങച്ച, നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇവനാണ് വൈകിട്ട് പിന്നെ നടക്കുന്നത്. ആണോ? നീ വാ, നമുക്ക് അവന്മാരെ ഫോളോ ചെയ്യാം. അമ്മച്ചേ, കോമഡി ആണോ വരുന്ന? ചേച്ചി സംസാരിക്കടാ. എന്താ ചോദിച്ചേ? കോമഡി കാണുവാണെന്നോ? എടാ, ഈ മൊബൈലിൽ വലിച്ച കോമഡി കൂടി ഇല്ലായിരുന്നെങ്കിലേ ഈ ശാന്തയെ പോലുള്ള ജീവിതം കട്ടപ്പോകാം. എന്താ ലേഡീസ് ഹോസ്റ്റലിന്റെ സമീപം നിന്നെ കണ്ടിട്ടൊരു പഞ്ചാര പരുവം അല്ലല്ലോടാ. ശാന്തേച്ചിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടമാണെന്നോ? ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് ഈ കോമഡി തന്നെയാ. എന്നാലേ ഇതൊന്നും കണ്ടു നോക്ക്. വലിച്ച കോമഡി ആയിരിക്കും. പോയടാ, നീ ആരും പോയില്ലല്ലോ, തോന്നിയതായിരിക്കും. അതെ, നേരാടാ. എനിക്ക് വല്ലപ്പോഴൊക്കെ വലുതൊക്കെ തോന്നോടെ ഇറക്കാം. പ്രിയമുള്ള റോയൽ മാക്സ് ഹോസ്റ്റൽ അന്തേവാസികളെ, നമ്മുടെ പ്രിയ സുഹൃത്തായ വൈകിയുടെ ബർത്ത്ഡേ ആണെന്ന്. നമ്മുടെ ബർത്ത്ഡേ ഗേളിനെ തൊപ്പിയിരിക്കട്ടെ. ഇന്നത്തെ ജന്മദിനം ആഘോഷമാക്കാൻ റോയൽ മാക്സിന്റെ നടത്തുകാരി അന്നമ്മ ചേട്ടത്തിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അമ്മച്ചിയുടെ പ്രിയ ഭർത്താവ് മാത്യു അച്ചായനെ സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ. സൂപ്പർ. ഈ കോമഡി കാണിച്ചെന്നെ മലത്തി അടിച്ചല്ലടാ. താങ്ക് യു. ബൈ. നിന്നെ അടുത്തണം കേട്ടോ. ഒന്ന് പോകാം. കണ്ടോടാ, എന്റെ പപ്പയുടെ മമ്മിയുടെ വിശ്വാസമുള്ള മോളുടെ യാത്ര. അവര് തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. മാത്രല്ല ഇന്ന് നമ്മുടെ ബർത്ത്ഡേ കൂടിയാണ്. നല്ല ബെസ്റ്റ് ബ്രദർ. തടിയാ, എന്നെയാണോ? നിന്നെ തന്നെ വിളിച്ചേ.
നീ അല്ലാതെ വേറെ ആരോടും ഉണ്ടോ? ആ പോയവന്റെ അനിയല്ലേ നീ? ആണെങ്കിൽ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. എനിക്കുണ്ട് ആദ്യം. ഇവിടെ നിൽക്കടാ അവിടെ. നിൽക്കടാ അവിടെ. ഇവിടെ നിൽക്കാൻ. ഇവിടെ നിൽക്ക്. ഇന്ന് ഹോസ്റ്റലിൽ എത്തുമ്പോൾ നല്ല പൂരായിരിക്കും. ആ അമ്മച്ചി സഹിക്കാം, പക്ഷെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ശാന്ത. എന്റെ അനിയന്റെ ബുദ്ധി കൊണ്ടാ അവിടുന്ന് ചാടാൻ പറ്റി. നിന്റെ ജന്മദിനം ഞാൻ അറിഞ്ഞത് നിന്റെ ഇന്റിമേറ്റ് ഭാവന പറഞ്ഞിട്ടാ. കേട്ടപ്പോ നിന്നെ കാണും തോന്നി. എനിക്കെന്താ കൊണ്ടുവന്ന് നിനക്കെന്താ വേണ്ടേ? പറഞ്ഞു തരോ? പറഞ്ഞു നോക്ക്. പറയട്ടെ? എങ്കിൽ ഞാൻ പറയും. ഉറപ്പായിട്ട് തരും. ഹേയ്, ഞാൻ തമാശ പറഞ്ഞതാ. ആ, ഞാനത് കാര്യമായിട്ട് കേട്ടതാ. ഇന്ന് നിന്നെ ഞാൻ സ്വർണം കൊണ്ട് ചൂടി പ്രിൻസസിനെ പോലെ ഒരുക്കി നിനക്കിഷ്ടമുള്ള എല്ലാ ഫുഡും വാങ്ങി തരും. എനിക്കത് മതിയടാ. നീ നൽകുന്നതെല്ലാം എനിക്ക് സ്വർഗം. എങ്കിലെന്റെ വൈകമോള് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ഓടിയെത്താം. എന്താ വിഷ്ണു പതിവില്ലാതെ? കാശിന് വലിയ ആവശ്യം വന്നോ? ആ, ചെറിയൊരാവശ്യം വന്നു. 1000 10,000 ഒന്നും അല്ലല്ലോ. പോരാ. ആ, എത്ര ഇപ്പം ആവശ്യം? ഒരു 2 ലക്ഷം വേണം. എടാ മോനെ, പണ്ടേ 2 കാലും തല്ലി ഓടിച്ച് എന്നെ ഓടയിൽ വലിച്ചെറിഞ്ഞ ആളുകളൊക്കെ ഭയത്തോടെയും വെറുപ്പോടെയും നോക്കി നിന്നപ്പോ നിന്റെ അച്ഛനാ മോനെ എന്നെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് സംരക്ഷിച്ചത്. ഞാൻ ചെയ്യുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിന്റെ അച്ഛനോടുള്ള കടപ്പാട്. ഈ വീൽ ചെയർ പോലും നിന്റെ അച്ഛന്റെ ഔദാര്യ. ഇതാര്? സുകുമാരനോ? നിന്നെ കണ്ടിട്ട് കുറെ കാലം ആയല്ലടാ. ഞാൻ വിചാരിച്ചു നീ വല്ല കുംഭവേണയിലോ ചെന്ന് പെട്ടെന്ന്. ഇല്ലായിരുന്നു മാമച്ച. അല്ല സുകുമാര, വന്നത് ആളെ കണ്ടപ്പോ മനസ്സിലായില്ലേ? പണം വേണം അല്ലേ? പിന്നെ സുകുമാരൻ വന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് മടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. എടാ ഇറങ്ങ, നിന്റെ അമ്മയുടെ പേരിലുള്ള പ്രമാണോ സ്റ്റാമ്പ് പേപ്പറോ ഒക്കെ എന്റെ അലമാരയിൽ ഇരുന്നാ മതിയോ? എല്ലാവന്റെ അച്ഛന് വേണ്ടിയായിരുന്നല്ലോ. എടാ ഇറങ്ങ, നിന്റെ അപ്പൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വരാൻ വല്ല ഉദ്ദേശമുണ്ടോ? അല്ല, അവിടുന്ന് വല്ല അറബിപ്പെണ്ണനെ കെട്ടി അവിടെ കൂടാനാണോ ഭാവം? നിങ്ങൾ എന്തിനാ എന്റെ അന്നേരം കാര്യം തിരക്കുന്നത്? എന്റെ അമ്മയുടെ ആധാരം നിങ്ങളുടെ അലമാരയിലുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ എനിക്കറിയാം. വിഷ്ണു മോനെ, കർത്താവേ, ഞാൻ ചൂടാവുന്നത് കണ്ടോ? അയ്യോ വിഷ്ണു, കൂൾ മോനെ, പ്ലീസ്. സോറി. സാരമില്ല വിഷ്ണു, നിന്നെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോഴേ സുകുമാര, എന്തോ കൊടുക്കണം? 2 അല്ലേ? ചന്ദ്രികേ, ആ അലമാരിയിൽ നിന്ന് 2 ലക്ഷം രൂപയും സ്റ്റാമ്പ് പേപ്പറും ഒക്കെ എടുത്തോ. ഡാ വിഷ്ണു, നീ ഒരു പണിക്ക് ശ്രമിക്ക്. വരുമാനത്തിലുപരി നിന്റെ മാനസികാവസ്ഥ നന്നാവും. കടം എന്തായാലും കൊടുത്തു തീർക്കാനുള്ളതല്ലടാ. എടാ, കടമില്ലാത്തവനാ മോനെ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ. എല്ലാം ഞാൻ ശരിയാക്കും അങ്കിൾ. എല്ലാ കടവും ഞാൻ വീട്ടും. പിന്നെ ഇത് 2 ലക്ഷമുണ്ട്. ഇപ്പോൾ ഈട് വെച്ച ഭൂമിയുടെ വിലയുടെ 2 ഇരട്ടിയാകും ഇതൂടെ കൂടാകുമ്പോ. പിന്നെ ഈ വീൽ ചെയറിലിരിക്കുന്ന സുകുമാരുണ്ടല്ലോ, ഒരിക്കലും എനിക്ക് വേണ്ടി വെട്ടാനും കൊല്ലാനും നടന്നവനാ. അവനോടുള്ള പ്രായച്ചിത്തം കൂടിയായിട്ടാ ഞാനിപ്പോ ഈ പണം തരുന്നത്. ഇല്ലയോടാ? എന്നാ കൊണ്ടുപോ. ശരി. ഭയ്യക്കുട്ടി നിന്ന് മുഷിഞ്ഞോ? മുഷിഞ്ഞില്ല. കായലല്ലേ, കടലിനെ തഴുകുന്ന കായൽ. എന്നാ നമുക്ക് തഴുകിങ്ങ് പോയാലോ? എങ്ങോട്ട്? നിന്റെ സ്വർഗത്തിലേക്ക്. പോലെയൊരു പെണ്ണു വന്നു എരിലൊന്നു തൊട്ടുകുളിരൊന്നു കോരിയിടും ഉള്ളിലാകെ രസമുള്ള മോടിയുടെ മേലിപ്പവനല പൊന്നിൻ നിറപറ. എല്ലാരും എല്ലാരും ഒന്നായി മാറണം ഇന്നൊരു മംഗളനാളാണ്.
എടി തുളസി, നിന്റെ മകൻ വിഷ്ണു ഒരു നസ്രാണി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു. എന്താ തുളസിയുടെ അഭിപ്രായം? ഏത് വഴിയാണോ വന്നത് ആ വഴി തന്നെ തിരിച്ചു പോവേണ്ടി വരും മോനെ. അമ്മേ, സംഗതി സീരിയസാ. രണ്ടുപേരും ലൈനാ. ലവ് ലവ്. ഏതാണ് ഈ പെൺകുട്ടി? ഇത് നമ്മുടെ ജിയോമോന്റെ ചേട്ടത്തിയമ്മ. അപ്പൊ നിന്റെ ആരായിട്ട് വരും? എന്റെ പറ. പോഴവിടുന്ന് അവനൊരു ബന്ധം പറഞ്ഞ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഞാനേ ഭക്ഷണം എടുക്കാം. ഞങ്ങൾ കഴിച്ചു. പാർസൽ അമ്മയ്ക്ക് കൂടി വാങ്ങി. ആണോ? വൈകയുടെ ബർത്ത്ഡേ ആയിരുന്നു അമ്മ. ഈ ബർത്ത്ഡേക്ക് വൈകയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എന്റെ അമ്മ. മോനെ, അമ്മയ്ക്ക് ഇപ്പൊ ദൈവം തന്ന സമ്മാനങ്ങൾ 3 എന്താ എന്ത് വെച്ചായ എന്നാത്തിനെ കിടന്ന് വിളിക്കണേ? നിന്റെ പുന്നാര മോളെ ചെറുക്കനും കൂടി ഉണ്ടല്ലോ. ബൈക്കിൽ കയറി ബീച്ചിലും പാർക്കിലൊക്കെ ചുറ്റി തിരിഞ്ഞോണ്ടിരിക്കുക. കഷ്ടം തന്നെ. വേറൊരു സ്വന്തം പെങ്ങൾ ഒരുത്തന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് കറങ്ങുന്ന കണ്ട തായി നോക്കി നിൽക്കണം. അവര് തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് ഡാഡി വിചാരിച്ചത്. പക്ഷെ അതല്ലെന്നറിയാൻ നീ ആലോചിച്ച് കണ്ടുപിടിക്കണം അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ അലവലാതെ ചെറുക്കനുണ്ടല്ലോ അവനെ എന്റെ കൺമുമ്പിൽ കിട്ടണം. നീ വേണേ ഡിസൂസ കൂടെ കുടിക്കും. പോയിട്ട് എത്രയും പെട്ടെന്ന് അവനെ എന്റെ മുന്നിൽ കിട്ടണം. എനിക്ക് നേർക്കുന്നേരം അവനെ ഒന്ന് കാണണം. മനസ്സിലായോ? പോയി വിളിച്ചോണ്ടോ. എടാ പോടാ. ഓരോന്നിനെ വളർത്തി വിട്ടിരിക്കുന്നു. നീ ചെല്ല എന്താ എടുത്തോണ്ട് വാ. തള്ളേ കൊള്ളാം പിള്ളേ എല്ലാം കണക്ക്. തൂക്കിയെടുക്കണവനെ, പിടിച്ചു കയറണവനെ. ഹലോ, ഞാൻ ദീപനാണേ. നിനക്ക് പ്രേമിക്കണല്ലടാ. എടാ ജോജോ, ഡാഡി നിന്റെ അളിയനെ സ്വീകരിച്ച് നമ്മുടെ ബംഗ്ലാവിലോട്ട് കേട്ടണ്ടേ? പിന്നെ വേണം. വേണ്ടടാ, അനുവാദം ചോദിച്ചിട്ട് അകത്ത് വരാന്ന് കരുതി. എന്തുവാ അവന്റെ പേര്? വിഷ്ണുപ്രസാദ്. വിഷ്ണുപ്രസാദ്. ഓ, ആ കള്ള കഴിവറവൻ പ്രസാദിന്റെ മകനല്ലേ? വെറുതെ എന്റെ അച്ഛനെ പറ്റി സംസാരിക്കരുത്. ഗൾഫിൽ ജയിലിൽ കഴിയുന്നവന്റെ തന്ത നാട് മൊത്തം കടമുണ്ടാക്കിയവനാണ്. കടമുണ്ടോ? തന്നെ പോലുള്ള കള്ള തെണ്ടികളെ വിശ്വസിച്ച് ബിസിനസ്സിൽ പങ്കാളിയാക്കിയ എന്റെ കടം. ആ കടമൊക്കെ ഞങ്ങൾ വീട്ടി. ചതിച്ചും വഞ്ചിച്ചും ബംഗ്ലാവ് പണി തടയിരിക്കുന്ന നിന്നെ പോലുള്ളവര് എന്റെ അച്ഛന്റെ പേര് പോലും ഉച്ചരിക്കാൻ പാടില്ല. മലയാളമായിരുന്നു ഐച്ഛിക വിഷയം. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇത് ആന്റണി ഡിസൂസ. എന്നെ പോലത്തെ 10 പേരെ വിലക്കെടുക്കാനുള്ള ശേഷിയുണ്ട്. വിശദമാക്കി തരാം. എന്റെ മകളെ കെട്ടാൻ പോണ ചെക്കൻ. എന്റെ ചേച്ചിയുടെ ഭർത്താവാകാൻ പോകുന്നവൻ. അവൾക്ക് നീ ഒരു ശല്യമാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. സാധാരണ എന്റെ രീതി ഇങ്ങനല്ല. പക്ഷെ ഇവിടെ ഞാനൊന്ന് മാറ്റി പിടിച്ചിരിക്കുക. ആദ്യം നിനക്കൊരു വാണിംഗ്. ഇതുകൊണ്ട് ഒതുങ്ങിയില്ലെങ്കിൽ പിന്നെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. പപ്പയുടെ ശീലല്ല എന്റേത്. ഇനി ഈ നാട്ടിൽ നിന്നെ കണ്ടേക്ക്. കണ്ട ജോജോ, ഇവിടെ വന്നിരുന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ ഒരുത്തരും ജീവനോടെ പഠിക്ക് പുറത്ത് പോകത്തില്ല. മനസ്സിലായോ? ഈ നായുണ്ടല്ലോ, ഇവൻ എന്നോട് ഒരു കന്നന്തിരിവ് കാണിച്ചു. തൽക്കാലം നിനക്ക് വേണ്ടി ഇവനെ ഞാൻ ജീവനോടെ വിടുക. ഇനി ഇത് ആവർത്തിച്ചാലോ ഇവൻ ജീവനോടെ ഉണ്ടാവില്ല. പണിയെടുത്ത് ജീവിക്കണം. നിന്റെ അച്ഛനുണ്ടാക്കി വെച്ച കടം തീർക്കാനായിട്ട്. പോടാ, ഇറങ്ങി പോവാൻ. എന്തുവാടാ നോക്കുന്നത്? വിഷ്ണു, എടാ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. എടാ നീ ഇവിടെ വന്നൊന്ന് ഇരിക്കടാ. തരം കിട്ടിയെന്നെ കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ. ഭാഗ്യത്തിന് എന്റെ ഫ്രണ്ട്സ് വന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഒരു തെറ്റ് ചെയ്തു. എന്നെ സ്നേഹിച്ചു. എങ്കിൽ ഈ വിഷ്ണു ഒരിക്കലും നിന്നെ വിടില്ല. കാരണം നീ എന്നും എന്റേത് മാത്രമല്ലാതെ എനിക്കൊരു നിമിഷമില്ല.
വളരെ അന്തസ്സായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വനിതാ ഹോസ്റ്റലാണിത്. ഇവിടെ താമസിക്കണമെങ്കിൽ ചില മര്യാദകളും ചിട്ടകളും ഉണ്ട്. ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എന്നെ പറ്റിയാണെന്ന് മനസ്സിലായി. അതെ, വൈകിയെ കുറിച്ച് തന്നെയാണ്. കാമുകന്മാർക്ക് കയറി ഇറങ്ങാനുള്ളതല്ലേ ഈ സ്ഥാപനം. ഇപ്പൊ എന്താ വാർഡന് വേണ്ടത്? മുറി ഒഴിയണം, അത്രല്ലേ ഉള്ളൂ. എന്റെ വീട്ടിലെ സ്ഥലമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുപേരെങ്കിലും കൂട്ടുകാരെ കിട്ടൂല സ്നേഹിക്കാന്ന് വിചാരിച്ച. വൈകി എന്ന് തെറ്റ് ചെയ്തു നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ സ്നേഹിക്കുന്ന ഒരു കുറ്റമാണോ? അപ്പൊ അന്നമ്മച്ചേടത്തി മാത്യു ചായനെ സ്നേഹിക്കാതെയാണോ കല്യാണം കഴിച്ചത്? നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും ഈ സ്ഥാപനത്തിന് ഒരു മാന്യതയുണ്ട്. അത് വിട്ട് ആർക്കൂടെ നിൽക്കാൻ കഴിയില്ല. ശരി, എങ്കിൽ ഞങ്ങൾ മാറിക്കോളാം. നിങ്ങൾ ആര് പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നിങ്ങളെ ആരും കണ്ടിട്ടല്ല ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങിയത്. അയ്യോ, അവൻ ഇതുവരെ രാവിലത്തെ ഭക്ഷണം കഴിച്ചില്ലടാ. ഈ മുറി അടച്ചിട്ടിരുന്ന് ഇവൻ എന്ത് കളിക്കാമേ? അടച്ചിട്ട മുറിയിൽ എന്ത് കളിക്കാൻ? ആ കളിയുടെ പേര് അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല. ധ്യാൻ ശ്രീനിവാസൻ ഇടയ്ക്കിടയ്ക്ക് പരസ്യത്തിൽ വരില്ലേ, ആ കളിയാ. വിഷ്ണേ, മോനെ വിഷ്ണു, കഥ ഓർക്കടാ. കഥ ഓർക്കാൻ. എന്താ? എന്ത്? ഈ മുറി അടച്ചിട്ട് നീ എന്ത് ചെയ്യാ? ദേ, രാവിലെ എടുത്തു വെച്ച ആഹാര എന്താ കഴിക്കാത്ത? അമ്മ ചായ മാത്രം എടുത്താൽ മതി. അപ്പൊ ആഹാരം കഴിക്കണ്ടേ? ഞാൻ കഴിച്ചോളാം, ചായ എടുത്തേ. ആ, ചൂടൊക്കെ പോയി കാണും. അത് കുഴപ്പമില്ല. നീ എന്ത് ഗെയിമാടാ കളിക്കണേ? പിള്ളേര് പബ്ജി കളിച്ച് ക്യാഷ് ഒക്കെ പോയ കഥ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് വല്ലതും ആണോ? അയ്യേ, ഇതത്ര ചീപ്പ് കളിയൊന്നല്ലമ്മേ. നമ്മൾ ജയിച്ചാൽ കിട്ടുന്ന പല പല ലക്ഷങ്ങളാ. നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരണ്ടേ? അമ്മ ഒരു കാര്യം ചെയ്യും, ഒരു 2000 രൂപ എനിക്ക് ജീപ്പ് ചെയ്യും. 2000? എന്താടാ ഈ പറയണേ? അമ്മയ്ക്ക് ഞാനത് 10 ഇരട്ടിയെ തിരിച്ചു തരാം. എന്റെ തുളസി, ചെല്ല്, ഗൂഗിൾ പേ ചെയ്താൽ മതി. കളിക്കാൻ പോലും എന്തിനാണോ? എന്താടാ ഒരാക്കിയ നോട്ടം? അല്ല, വല്ലോ നടക്കുവോ? എന്ത്? ഈ ധ്യാൻ ശ്രീനിവാസന്റെ വാക്കും കേട്ടെ കോടീശ്വരനാവാൻ പറ്റുമോ? ശ്രമിക്കാം. അല്ല, ഒരുപാട് ശ്രമം ഞാൻ കാണുന്നുണ്ടേ. ആട്ടെ, എത്ര പോയിപ്പോ? എന്റെ അനിയ, പോയതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. വരാനിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണണം. 2000 ഇട്ടിട്ടുണ്ടേ. താങ്ക് യു അമ്മേ. ശരി ശരി. ഭക്ഷണം കഴിക്കണില്ലേ? ആ, പോയി ചായ കുടിച്ചു. ആ, അപ്പന് സ്വപ്നം കാണാലോ. നമ്മുടെ കുടുംബത്തെ കുറിച്ച് നീ എന്തെങ്കിലും ചിന്തിച്ചോ? സമുദായത്തിലെ നമ്മുടെ സ്ഥാനത്തെ കുറിച്ച് ഇവൾ എന്ത് മനസ്സിലാക്കി? മോളാണെന്ന് കരുതി തറവാടിന്റെ പേര് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ദേ, അനുവദിക്കില്ല ഞാൻ. കത്തിച്ചു കളയും നിന്നെ. ഒന്ന് സമാധാനിക്കടേ. നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. അവളെ പറഞ്ഞു നമുക്ക് നേരെ ആയിക്കൂടെ? എന്തോ പറഞ്ഞ് ശരിയാക്കാന്നാ? എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നു ആ ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടാക്കല്ലേന്ന്. അന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇവിടുന്ന് അവിടെ പോകാൻ അത്ര ദൂരമൊന്നുമില്ലല്ലോ. ശരി, പറ്റിയതെല്ലാം പറ്റി. മോളിൽ ഹോസ്റ്റലിൽ നിൽക്കണ്ട, ഇവിടുന്ന് പോയി വരാം. അത് നടക്കില്ല. എന്താടി പറഞ്ഞേ? പറഞ്ഞത് കേട്ടില്ലേ? എക്സാം വരെ ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടാവും. അത് നീ തീരുമാനിച്ച പോരല്ലോ. മോളെ വേണ്ട, ഇത്രയൊക്കെ ആയിരിക്കും ഈ സ്ഥിതിയിൽ ആരെ എത്തിച്ചത് ഡാഡി? ഡാഡിയോട് നീ തർക്കുത്തരം പറഞ്ഞല്ലോ. കാര്യം പറയുന്ന തർക്കുത്തരല്ല മച്ചി. ഞാൻ ഒരുത്തനെ സ്നേഹിച്ചു പോയി. പള്ളിയിൽ ചെല്ലുമ്പോ പെണ്ണുങ്ങളെല്ലാം അവരുടെ സമുദായം പറഞ്ഞ് എന്നെ കളിയാക്കണം അല്ലേടി? ഈ ഇടവക എനിക്കുള്ള വില എന്താണെന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല. നമുക്ക് ഇവിടെ എപ്പോഴും പട്ടിയുടെ വിലയാ. എടി, പള്ളിയിലച്ചൻ പോലും ഉണ്ടല്ലോ എന്നോട് ചോദിക്കാതെ തീരുമാനം എടുക്കല. പറഞ്ഞത് മനസ്സിലായ? ഇവിടെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഡിസൂസ് ഇല്ലേ, ഇവിടെ പൊന്നുകൊണ്ട് കൂടെ തയ്യാറായിരിക്കുക. അപ്പോഴായി കാജിന് കൊള്ളാത്തവന്. എന്റെ മോളെ, നിനക്ക് ഈ പ്രേമത്തിന്റെ വല്ല ആവശ്യമുള്ളൂ? അതിപ്പോ സ്വത്തിന്റെ കാര്യത്തിലെ വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ പിന്നിലാ നമ്മള്. എടി പെണ്ണെ, ആ കുടുംബക്കാരെ കുറിച്ച് നിനക്ക് അറിയാമേലാനിട്ടാ. കടം കയറി മുടിഞ്ഞിരിക്കുക അവര്. എല്ലാരും ആത്മഹത്യയുടെ വക്കിലാ. പ്രായപൂർത്തിയായ ഒരു പെണ്ണാ ഞാൻ. എനിക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ തരണം. ഇത്രയും പറഞ്ഞിട്ടും കാല് പിടിച്ചിട്ടും കേൾക്കാത്തവളെ നമുക്കിനി വേണ്ട. അത് നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയൊക്കെ വളർത്തി പഠിപ്പിച്ചതിനും അനുസരണ ഇല്ലാത്തതിനുള്ള ശിക്ഷ. പക്ഷെ മരിക്കേണ്ടി വന്നാലും വിഷ്ണുവിനെ മറക്കാൻ എനിക്ക് പറ്റില്ല. വേണ്ട വേണ്ട, ഇനി ഇവിടെ ആരും കത്തിക്കാനും കൊല്ലാനും ഒന്നും നിൽക്കണ്ട. പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, കിരീടം നഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ രാജാവ് ജീവനോട് ഇരിക്കാൻ പാടില്ല. കിരീടം നഷ്ടപ്പെട്ട രാജാവ് ഞാനിനി ഉണ്ടാവുന്നു.
തുറക്ക്. ഡാഡി ഒന്ന് പറയുന്നേ, കതക് തുറക്ക്. ഡാഡി, എന്താ? ഡാഡി. അങ്ങളെ, ഡാഡി, അങ്ങളെ കതക് തുറക്ക് ഡാഡി. ഡാഡി, അങ്ങളെ കതക് തുറക്ക് അങ്ങളെ. ഡാഡി പറയുന്നേ കേൾക്ക്. അങ്ങളെ, അങ്ങളൊന്ന് തുറക്ക് അങ്ങളെ. അങ്ങളെ ഞാനാ. അങ്ങളെ വാ തുറക്ക് അങ്ങളെ. ഡാഡി, അങ്ങളെ, ഡാഡി വാ തുറക്ക്. ഡാഡി അങ്ങളെ കേക്ക് ഡാഡി. മാറി തലക്കിടി. ഡാഡി, അങ്ങളെ, ഡാഡി. ഡാഡി വേണ്ട ഡാഡി. നാളെ ഡാഡി. പ്ലീസ് ഡാഡി, ഞങ്ങളൊന്ന് പറയുന്നത് കേൾക്ക്. ഡാഡി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കും ഡാഡി. ഞാൻ കാരണം ഡാഡിക്കൊന്നും സംഭവിക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ള? ഇറങ്ങി ഡാഡി. അങ്ങളെ വേണ്ട ഡാഡി. ഇറങ്ങി ഡാഡി. വേണ്ട ഡാഡി. കണ്ടോടി, നമ്മുടെ മോള് എനിക്ക് വിഷമങ്ങളൊന്നും ചെയ്യില്ല. പരിപാടി കാണിച്ചേ. വിഷ്ണു, വിഷ്ണു, വൈകി പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇനി അവളുടെ പുറകെ നടന്നതിന് ശല്യം ചെയ്യരുത്. വൈകന്റെ മുഖത്ത് നോക്കി പറ, ഇനി എന്നെ കാണണ്ടെന്ന് പറയാൻ പറ്റുമോ? നിന്റെ മനസ്സിൽ എന്നോട് ഒരു തരി വെറുപ്പുണ്ടെങ്കിൽ നീ ഇപ്പൊ പറ, ഞാൻ നിന്നെ കാണണ്ടെന്ന്. വഴിന്ന് മാറണം, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. എന്താണ് നിനക്ക് അത്യാവശ്യം? നീ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതിടാ. നിനക്ക് എന്താണ് വേണ്ടേ? പല പ്രാവശ്യം നിനക്ക് ഞാൻ വാങ്ങി തന്നതാ. നീ എത്ര ട്രൈ ചെയ്തിട്ട് അവളെ തിരിച്ച് വിളിച്ചോടാ. പിന്നെ എന്തിനാണ് പട്ടി അവളെ പിന്നാലെ നടക്കുന്നത്? നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? ഈ ആന്റണി ഡിസൂസ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകും. എന്നാ ഒന്ന് കേട്ടോ, ഫോൺ എടുത്തില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും ഞാൻ വിളിച്ചില്ലെങ്കിലും അവള് വിളിച്ചില്ലെങ്കിലും അവൾ എനിക്കുള്ളതാ.
അവളെ പറഞ്ഞു തിരുത്തിയതായിരിക്കും മോനെ. മോൻ വിഷമിക്കല്ലേ. വിഷ്ണു മോനെ, മോന്റെ ഈ സങ്കടം നിറഞ്ഞ മുഖം കാണാൻ അമ്മയ്ക്ക് പറ്റില്ല. ചേട്ടാ ചേട്ടാ വിഷമിക്കരുത്. വൈകൊച്ചേച്ചി വരൂ. വിഷമിക്കാതെ ചേട്ടാ, എന്നെ ചേട്ടനല്ലേ. പോട്ടെടാ, പോട്ടെ, വിട്ടുകളാ. മോനെ ഒന്ന് പിടിച്ചേ. ആ പിടിച്ചോ. പോട്ടെ, കനമുണ്ട്. പോട്ടെ. ആ ചേച്ചി, ചേച്ചി പറഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എന്നൊന്ന് ചെന്ന ആ കൊടുക്കാനുള്ള കാശ് വെച്ച് വഹാബൊക്കെ ഭയങ്കര ശല്യം. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ചേച്ചി. എനിക്കല്ലേ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിയൂ. പുറമെ കാണുന്നവർക്കേ നിങ്ങൾ വലിയ കോടീശ്വരന്മാരാണെന്ന വെപ്പ്. അമ്മേ, നമ്മൾ പ്രേമനങ്ങളുടെ ഓട്ടോയിലാണ് പോന്നേ. എവിടെങ്കിലും പോകാനുള്ള തിരക്കിലാണോ ചേച്ചി? ഒന്നുമില്ല, തറവാട് വരെ ഒന്ന് പോണം. എന്തെങ്കിലും വിശേഷം ഉണ്ടോ ചേച്ചി? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പ്രേമ. അച്ഛനും അമ്മയൊന്ന് കാണും, അത്രേ ഉള്ളൂ. നീ വണ്ടി എടുക്ക്, പോയിട്ട് വരാം. ഓ ശരി ചേച്ചി. ശരി. അമ്മേ, ഹായ്, എല്ലാരും ഉണ്ടല്ലോ. വിഷ്ണുവനെ, അച്ഛനോടെ അമ്മ? ഞാനിവിടെ ഉണ്ട് മക്കളെ. വിഷ്ണു ഫോൺ ചെയ്തിരുന്നല്ലോ. അച്ഛനൊന്ന് വൈദ്യശാല പോയില്ല അപ്പോ? നിങ്ങളെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. ഇന്ന് വരുന്നെന്ന് അറിഞ്ഞോണ്ട് വൈദ്യശാലയിലേക്ക് പോയില്ല. സുഖമല്ലേ അച്ഛാ? മക്കൾക്ക് സുഖം ഉണ്ടെങ്കിലല്ലേ അച്ഛനമ്മമാർക്ക് സുഖമുള്ളൂ. തീക്കുണ്ടത്തിന്റെ മോഡലുള്ള ജീവിതമാണ് എന്റെ മക്കൾക്കെന്ന് അച്ഛനറിയാം. ഇവരുടെ അച്ഛനെ പറ്റി ഒരു വിവരമില്ലല്ലോ. അത് അവൻ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ടമ്മ. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അവന് ലീവ് കിട്ടത്തില്ലേ? കമ്പനിയിൽ ഭയങ്കര തിരക്കല്ലേ അമ്മ, അതുകൊണ്ട് നാട്ടിലേക്ക് വരാൻ പറ്റണില്ല. വാ മക്കളെ വാ. എന്താ അച്ഛാ? എന്റെ മോളുടെ പ്രശ്നത്തിന് ഇതൊന്നും പരിഹാരമില്ല എന്ന് അച്ഛനറിയാം. അച്ഛനൊരു ഗതിയില്ലാത്തവനായി പോയില്ലേ മോളെ. ഇതിരിക്കട്ടെ, എല്ലാം ശരിയാകും. അച്ഛാ, മതിയാട്ടേട്ടാ. ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നിൽക്കുമല്ലോ. എന്നാ ഇത് വെച്ചോ, ചെലവുകളൊക്കെ കാണുമല്ലോ. എല്ലാരും ഉണ്ടല്ലോ. അപ്പോഴേ കൊച്ചുകളെ, ഈ മാമച്ചൻ എന്നാത്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പ്രത്യേകം പറയണ്ടല്ലോ. ഈ വീട്ടിന്റെ വിലയാധാരവും എഴുതി തന്ന എഗ്രിമെന്റും പിന്നെ കുറെ ചെക്കുകളും എന്റെ വീട്ടിലെ അലവാരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. അതങ്ങനെ അവിടെ തന്നെ ഇരുന്നാ മതിയോ? അതൊന്ന് തിരിച്ചെടുക്കുമെന്ന് ചോദിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. കർത്താവേ, ഇവരെ കൊണ്ട് നല്ല ബുദ്ധി തോന്നിക്കണേ. അയ്യോ, ആ മലയാളിക്ക് അറിയില്ലേ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? എന്റെ കർത്താവേ, അതിനും ഉത്തരവാദി ഞാനാണെന്ന് പറയാത്തതിന് നന്ദി. ആ പിന്നെ ഞാനൊരല്പം സ്ലോ ആണെങ്കിലും ഞാൻ ചെല്ലും ചെലവും കൊടുത്തിരുത്തിക്കുന്ന കുറെ ഗുണശേഖരന്മാരുണ്ടല്ലോ, ഇവന്മാര് നല്ല സ്പീഡാ. മുതലാളി ഇപ്പൊ എന്ത് പറഞ്ഞാലും
ഞങ്ങളിപ്പോ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണല്ലോ. ആ എന്റെ തുളസി കൊച്ചേ, ഈ പലിശ പലിശ എന്ന് പറയുന്നത് എന്റെ തൊഴിലാ. അത് ഭംഗിയായി നോക്കിയും കണ്ട് നടത്തിയില്ലെങ്കിലേ ഇവന്റെ അച്ഛന് പറ്റിയ അവസ്ഥ എനിക്കും വരും. അത് വരുത്തണോ? വേണ്ട, വെറുതെ എന്റെ അച്ഛനെ പറയണ്ട. അയ്യോ വേണ്ടായേ, വേണോടാ. വേണ്ടായേ. എന്റെ പൊന്നു മക്കളെ, നിനക്ക് ഇഷ്ടമല്ലാത്തൊന്നും ഈ മാമച്ചൻ പറയേല. നിന്നെ സഹായിക്കാൻ ഇവിടെ ഒരു വടിവാളുണ്ടായിരുന്നല്ലോ, എന്തോടാ അവന്റെ പേര്? സുകുമാരൻ. ആ സുകുമാരൻ. അവനിപ്പോ എവിടെയാ? നിങ്ങളെ ഗുണനാരം കേട്ടോണ്ടിരിക്കാനൊന്നും എനിക്കിപ്പോ സമയമില്ല. ആ ഞങ്ങക്ക് കുറച്ച് ദിവസം കൂടി തരുവാണെങ്കിൽ. പിന്നെയോ, കടം വന്നിട്ട് ആർഭാട ജീവിതത്തിന് ഇവിടെ ആർക്കും ഒരു കുറവുമില്ലല്ലോ. അച്ഛനെ രക്ഷിക്കാൻ എന്ന പേരിൽ അമ്മയും മകനും കൂടെ കിട്ടാവുന്നിടത്തെല്ലാം കടം വാങ്ങി അങ്ങ് തുടിച്ചു. എവിടുന്ന് വാങ്ങാവോ അവിടെ നിന്നല്ല വാങ്ങി, ഇവിടുന്ന് വാങ്ങി അവിടെ കൊടുക്കും, അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുക്കും, രണ്ടിടത്തും കൂടെ വാങ്ങി. മറ്റേടത്ത് ആ, കൊടുക്കും. തന്നെ. അങ്ങനെ കടം വാങ്ങി കടത്തിൽ മുങ്ങി മരിക്കാനാണ് നിങ്ങളുടെ വിധി. മുതലാളി, മുതലാളിയുടെ കടം തന്നു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു വാടക വീട് കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ കഴിയും. ആ അത് കറക്റ്റ്. എത്ര നാൾ എടുക്കും അത് മാറാൻ? ഒരു മാസം. ആ കറക്റ്റ്. ചെറുക്കൻ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം അല്ലേ? അതെ അതെ. അപ്പോഴേ തുളസി കൊച്ചേ, ഞങ്ങള് പോവാ. ഒരു മാസം കഴിഞ്ഞ് ഈ മാമച്ചൻ ഇങ്ങ് വരും. ഗുണശേഖരന്മാരെ, വണ്ടി എടു, മഴയ്ക്ക് മുമ്പേ നമുക്ക് പോകാം. അമ്മേ, അച്ഛൻ. ഇങ്ങതാ മോനെ. ഹലോ. ഒരു മലയാളിയാണ് എന്നെ കുടിക്കുന്നത്. ലക്ഷങ്ങൾക്കാണ് അയാൾ കേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി കടം വാങ്ങിച്ചയച്ചു തന്ന കാശെല്ലാം തീർന്നു. ആ സന്തോഷ് ജോർജിന്റെ മകൻ ജോജോയും എന്നെ കബളിപ്പിച്ചു. നാട്ടിലേക്ക് വരാനുള്ള മോഹം ഞാൻ തൽക്കാലം ഉപേക്ഷിക്കുക. ഒരുപാട് പേരെന്നെ കബളിപ്പിച്ചിരിക്കുക. തുളസി, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? തുളസി, മക്കളെ, അമ്മ ഒരു തീരുമാനം എടുത്തു. നിങ്ങൾ അമ്മയ്ക്കൊപ്പം ഉണ്ടാവോ? നമ്മൾ മൂന്ന് ഒന്നല്ലേ അമ്മേ? അമ്മയ്ക്കൊപ്പം ഞങ്ങളുണ്ടല്ലോ. നിവർത്തിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം മക്കളെ. മോനെ, വിഷ്ണു, മോനെ കഥ ഓർക്കടാ. ചേട്ടൻ കഥ തുറക്ക്. വിഷ്ണു, ചേട്ടാ, എന്നോട് ശബ്ദം കേട്ട്. ചേട്ടൻ കഥ തുറക്ക്. പരിഹാരം കണ്ടെത്തി വാതിൽ തുറക്ക്. ചേട്ടാ, വിഷ്ണു, കഥ തുറക്ക് ചേട്ടാ. ചേട്ടാ, വിഷ്ണു, വിഷ്ണു, വാതിൽ തുറക്ക്. മോനേടാ, എന്താ സൗണ്ട് കേട്ടത്? കടവും പലിശക്കൊക്കെ വാങ്ങി എന്നെ കൊണ്ട് ലക്ഷങ്ങളുടെ കടക്കാരനാക്കിയ ആ ലാപ്ടോപ്പിനെ ഞാൻ തല്ലി തകർത്തു. അമ്മേ, കടങ്ങളെല്ലാം വീട്ടെന്ന് കരുതി ഗെയിം കളിച്ച ഞാൻ എന്തിനു വിട്ടിയ? സ്വന്തം സുഖത്തിന് വേണ്ടി ലഹരിക്ക് അടിമപ്പെട്ട ഞാൻ ഇനി എന്തിനു ജീവിക്കണം? നാട്ടുകാരെയും വീട്ടുകാരെയും മനസ്സിലാക്കാത്ത, സമൂഹം വെറുക്കുന്ന ഞാൻ ഇനി എന്തിനു ജീവിക്കണം? അമ്മയുടെ ഈ കഴുത്തി കിടക്കുന്ന റോഡുകളുടെ മാലയ്ക്ക് പകരം സ്വർണ്ണമാല പോലും വാങ്ങിത്തരാൻ കഴിയാത്ത ഞാൻ എന്തിനു ജീവിക്കണം? നാട്ടുകാരുടെ മുന്നിൽ ഇനി അഭിനയിക്കാൻ വയ്യമ്മ. വല്യച്ഛനല്ലേ? ആ, അകത്ത് സ്റ്റോക്ക് നോക്കാം. വിശദീകരിക്കും. ഇതിന്റെ റേറ്റ് മാറിയിട്ടുണ്ട്, ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇത് ഡിസ്പ്ലേ ഒന്ന് മാറ്റിക്കുക. സാറിന് വിഷ്ണു അന്വേഷിച്ചു തന്നെ. ആ, ഇതൊന്ന് മാനേജ് ചെയ്തേക്കാം. ശരി സാർ. കടം ചോദിക്കാനായിരിക്കും. നാണം ഉണ്ടോടാ നിങ്ങൾക്ക്?
എല്ലാം വല്യച്ഛൻ അറിയാലോ. അതുകൊണ്ടാണല്ലോ ഇതുവരെ നിന്നെ സഹായിച്ചത്. വല്യച്ഛനോടല്ലാതെ പിന്നെ ആരോട് പറയാനാ? എന്നോട് പറഞ്ഞിട്ടാണോ ഇത്രയും വലിയ ബാധ്യത നീ ഉണ്ടാക്കി വെച്ചത്? പറഞ്ഞിട്ടാണോ? അതൊക്കെ എന്തിനാന്ന് വല്യച്ഛനോട് പറയേണ്ടതില്ലല്ലോ. പറയാതെ തന്നെ എനിക്കറിയാം. അച്ഛനെ രക്ഷിക്കാനാണെന്ന് പറയും അല്ലേ? എന്നിട്ട് രക്ഷിച്ചോ? എടാ തോന്നിയാ ആർഭാടം കടിച്ചിട്ട് നീ എത്ര കൊലച്ചു കൂട്ടിയെന്ന് ഓർമ്മയിട്ടെടുത്ത് ഉണ്ടോടാ? എന്താണ് നിന്റെ പിണ്ടാട്ടം പറ്റിയോ? ഇറങ്ങി പോയിക്കോടണം. മനുഷ്യന് മെൻകടുത്ത വല്യച്ഛ ഞങ്ങളുടെ വീട് പോകും വല്യച്ഛ. ആവണല്ലോ. എടാ ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടില്ലേ? നിന്റെ വല്യമ്മ നിങ്ങളെ സഹായിച്ചിട്ടില്ലേ? അതൊക്കെ ഞാൻ വീട്ടും. എങ്ങനെ വീട്ടും? എടാ ആകാശത്തേക്ക് നോക്കിയിരുന്നാലേ പണം കാൽക്കിലേക്ക് കിലുകിലാന്ന് പറഞ്ഞ് വീഴോ? നിനക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോടാ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. നീ ആഗ്രഹിക്കുന്ന പോലെ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ജോലി നമ്മുടെ നാട്ടിൽ കിട്ടില്ല. അച്ഛന്റെ കൂടെ നീ മസ്കറ്റ് പോയതല്ലേ? അവിടെ നല്ലൊരു ജോലി കിട്ടിയതല്ലേ? അത് ഇട്ടേന്നിട്ടല്ലേ നീ തട്ടി നടക്കുന്ന ഇവിടെ? ചിന്തിക്കാതെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വല്യച്ഛന്റെ അനിയനെ രക്ഷിക്കാനായിരുന്നു. ഓ എന്നിട്ട് രക്ഷിച്ചോ? ജയിലിലെ പയൽ കിടക്കുന്നത് പോയി രക്ഷിക്കും. ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയതാ. എന്നിട്ടൊരു ചതുപ്പ് നിലെങ്കിലും നേടിയെടുത്തു. അയാൾ ഇപ്പൊ എന്റെ അനിയനാണെന്ന് പറയുന്നതേ എനിക്ക് നടക്കടാ. അതുവരെ മുമ്പിൽ തലവെച്ച് നടക്കാൻ പറ്റണ്ടേ? എടാ അച്ഛനെ പറ്റി പറയുമ്പോ ഇങ്ങനെ വയലൻസ് ആയിട്ട് കാര്യമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ തോതിൽ ഈ ടൈൽസ് കട തുടങ്ങാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. ശരി തന്നെ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? ഇനി എന്നെ കൊണ്ട് ഒന്നും സാധ്യമല്ല. മരണമല്ലാതെ ഞങ്ങൾക്ക് മുന്നിൽ ഇനി ഒന്നുമില്ല. അപ്പൊ പിന്നെ ബാധ്യതകളായി തന്നെ നിൽക്കും. നീ എന്താണോ തീരുമാനിച്ചത് അത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം നിനക്കുണ്ട് കേട്ടോ. കാലുവിട്. ഈ അവനെ ഞാൻ എത്ര കണ്ടിരുന്നു. നായകൻ വന്നല്ലോ. എടാ ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. ടൗണിൽ നിന്ന് കബഡി മത്സരമുണ്ട്. എല്ലാരും ത്രില്ലടിച്ചിരിക്കുക. വിഷ്ണുവിന് എന്താ സംഭവിച്ചിട്ടുണ്ട്? എടാ കോഴിക്കോട് ക്രിക്കറ്റ് കളി കാണാൻ അവന്റെ സ്വന്തം ചെലവ് നമ്മളെല്ലാം കൊണ്ടുപോയിട്ടുള്ളല്ലേ. അതുപോലെ എന്ത് ചെലവാണെങ്കിലും അവൻ ചെയ്യുമായിരുന്നു. അവന്റെ അച്ഛൻ ജയിലല്ലേ? അവന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെ. ഓ അതിനിടയിൽ ആ ഇടകൂടത്തിന് ആ പെണ്ണുമായിട്ടുള്ള പ്രേമം. എന്താ പ്രശ്നം എന്ന് അവൻ നമ്മളോട് പറയുന്നുമില്ല. അവന്റെ ആകെ ഉണ്ടായിരുന്ന ബൈക്ക് ആ CC കാരും കൊണ്ടുപോയി. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാല്ലേ? ഞാനത് നേരത്തെ കണ്ടിട്ടുള്ളതാ. ദേ വിഷ്ണു, എനിക്ക് വിഷ്ണുവിനൊന്ന് കാണണം. നിന്റെ അച്ഛനും ചേട്ടനും അറിഞ്ഞ എനിക്ക് ചില സത്യങ്ങൾ വിഷ്ണുവിനോട് പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? എനിക്കത് ആദ്യം വിഷ്ണുവിനോടാ പറയേണ്ടത്. നിങ്ങൾ നടന്നോ, ഞാൻ വരാം. വിഷ്ണു വിഷ്ണു എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ എന്തിനാ നീ എന്നെ കാണാൻ വന്നേ? എല്ലാത്തിനും മാപ്പാക്കണം. എന്നെ ഇഷ്ടപ്പെടുന്നവരെക്കാൾ എന്നെ വെറുക്കുന്നവരാരാണെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ആരെല്ലാം നഷ്ടപ്പെട്ടാലും എന്റെ അമ്മയും അനിയനും നീയും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി. നിന്റെ അകൽച്ച എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല വൈക. എല്ലാം പോട്ടെ, എല്ലാരും പോട്ടെ. പക്ഷെ എനിക്ക് നിങ്ങൾ 3 പേരും വേണം. ഞാനുണ്ടാവും വിഷ്ണു. എന്നെ എന്റെ വീട്ടുകാരെ കൊന്നില്ലെങ്കിൽ മരണം വരെ വൈക വിഷ്ണുവിനൊപ്പം ഉണ്ടാവും. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാവോ? നിങ്ങളെല്ലാവരും എനിക്കൊപ്പം ഉണ്ടെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ കരുതും. സത്യമാണോ വൈകെ? സത്യമാണ് നീ പറയുന്നത്? സത്യം. ചില സത്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത്. നിന്നെ മറക്കാനുള്ള കാരണം നീ കൂടി മനസ്സിലാക്കണം. എന്നെ എന്റെ ഡാഡിയും ചേട്ടനും ആ ഡിസൂസയും ചേർന്ന് ചതിച്ച കാര്യം നീ കൂടി അറിയണം. എന്തൊരു ഭംഗിയാ ഈ മോഹൻലാലിന്റെ സിനിമ. എത്ര കണ്ടാലും മതിയാവത്തില്ലല്ലോ ഭർത്താവേ. നീ എന്താണ് അവിടെ നിന്ന് അടിച്ചോണ്ടിരിക്കുന്നത്? ഇവിടെ വന്നിട്ടാ ഇപ്പോഴത്തെ പിള്ളേർക്ക് അച്ഛന്മാരുടെ കൂടി നിന്ന് അടിക്കുന്നത്. വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് 2 കഴിച്ചോണ്ട് ലാലത്തിന് പടങ്ങാം. എന്താ രസമാ. നീ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? ചക്ക അവളുടെ കാര്യം ആലോചിച്ചിരിക്കുകയാണ്. നീ വിഷമിക്കൊന്നും വേണ്ട. അടുത്ത ആഴ്ച നമ്മള് നിശ്ചയിക്കുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും റെഡി ഞങ്ങളെ. അവളെല്ലാം മറന്നെന്ന് തോന്നുന്നു ഡാഡി. മാറക്കൂടാ. ഓ എന്തായാലും അങ്കിളുടെ അഭിനയം ഉണ്ടല്ലോ, ഗംഭീരായിരുന്നു. ഇവരിത് എത്ര നേരം തുടങ്ങിയിട്ട് ബാക്കിയുള്ളവർക്ക് ഇറങ്ങണ്ടേ? എങ്ങനെ നന്നാവാണ്ടിരിക്കും? ഗുരുക്കന്മാര് നിങ്ങൾ 2 പേരും അല്ലയോ? സത്യം പറഞ്ഞാൽ കഴുത്തേലോട്ട് കയ്യിലിട്ടുണ്ട് സ്റ്റൂളിൽ നിൽക്കുമ്പോഴേ പൂക്കിൽ വിറയ്ക്കുന്ന പോലെ വിറക്കിയായിരുന്നു. എന്തായാലും തക്ക സമയത്ത് ഞങ്ങൾ വന്നല്ലോ.
ആ അവളെ വീഴ്ത്താൻ ഇതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. എന്തായാലും അവളെ വീഴ്ത്തിയല്ലോ, അങ്കിളിനത് പോരെ. ആ. എന്തായാലും ഡാഡിക്ക് ഓസ്കാർ അവിടെ ഉറപ്പാ. ഓസ്കാറൊന്നും വേണ്ട പോയി, നമ്മള് വിചാരിക്കുന്നത് കൊണ്ട് കെട്ടാൻ പറ്റിയാ മതി. നീ അവള് നമ്മളെ കൂടെ തന്നെ നിന്നോളും. എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. എന്റെ പപ്പ എന്നെ ചതിക്കായിരുന്നു. എനിക്ക് നീലാതെ പറ്റില്ല വിഷ്ണു. അച്ഛാ, ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? അത് വേണ്ട മോനെ, അച്ഛൻ വീട്ടിലെ പുറത്തെ ആണുങ്ങൾക്കത്ര ചേർന്നതല്ല. എന്റെ മരുമോനാണല്ലോ. ആ, എന്നാ അടുത്ത ആഴ്ച വരാം. അത് വേണ്ട, അച്ഛൻ അങ്ങോട്ട് വന്നോളാം, അതാ നല്ലത്. പെട്രോൾ അടിക്കാതെ ആട്ടം ഓടത്തില്ലല്ലോ, ഇത് വെച്ചോ. ഓ ഓ അച്ഛാ, കല്യാണം കഴിഞ്ഞാലേ പെമ്പിള്ളേര് താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ്. മോള് ചെല്ല്. അച്ഛനും അമ്മയും കൂടെ അടുത്ത ആഴ്ച അങ്ങോട്ട് വരാൻ മോളെ. ബാ. എന്ത് വേണം? ഒരു ഗ്ലാസ് വെള്ളം. ഇവിടെ സെക്രട്ടറി കളിച്ചത് ഇത് പബ്ലിക് സ്ഥലമാണ്. എന്താണ് നിന്റെ പേര്? ചാക്കോച്ചൻ. ഞാൻ ആന്റണി ഡിസൂസ, ഇത് ജോജോ. തൽക്കാലം ചാക്കോച്ചൻ പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കാം. ചാക്കോച്ചൻ പറഞ്ഞ പോലെ ഇതൊരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് ഓക്കെ. ചായ ഗ്ലാസിനകത്തെ മദ്യം ഒഴിക്കാക്കൂലേ? താനാകെ ഉടക്കലാണല്ലോ. ആ ഗ്ലാസും കാണും. ഗ്ലാസും കാണും. നിന്റെ വണ്ടി ഞാൻ വെട്ടി കണ്ടിച്ചു. വണ്ടി നോക്കുന്നു. എടുത്തോണ്ട് പോരാ പോരാ. അമ്മേ, മാമച്ചൻ പറഞ്ഞ തീയതി നാളെ തീരും. അമ്മ അതാ ആലോചിച്ചത്. ഇത്ര വേഗം തകരാൻ നമുക്ക് എന്ത് പറ്റിയമ്മേ? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. എല്ലാത്തിനും കാരണം നമ്മൾ തന്നെ. അച്ഛനെ പോലെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ അമ്മേ. അച്ഛന്റെ വരുമാനം കൊണ്ട് ആർഭാട ജീവിതം നയിച്ച നമ്മൾ അയൽക്കാരെ പോലും അവഗണിച്ചുകൊണ്ട് ജീവിച്ചു. ചോദിക്കുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുത്തു. കടം പെരുകുമ്പോഴും വീണ്ടും കടം വാങ്ങിക്കൊണ്ടേയിരുന്നു. എന്താണമ്മേ ഒരു പോംവഴി? അതമ്മ നേരത്തെ നിശ്ചയിച്ചു. പ്രേമേട്ടാ പോ. എവിടേക്ക് മോനെ? 1-2 സ്ഥലം വരെ പോണം. ആദ്യം മാമച്ചന്റെ വീട്ടിലേക്ക് പോണം. ആകെ വിഷമത്തിലാണല്ലേ? കുറച്ചുണ്ട് പ്രേമേട്ടാ. മുങ്ങിച്ചാവുന്നതിന് മുമ്പ് കച്ചിത്തിരുമ്പ് കിട്ടുമെന്നുള്ള ഒരു അവസാന ശ്രമം. എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു. ആ കുടുംബത്തെക്കുറിച്ച് ഓർക്കാൻ നിങ്ങളെപ്പോലെ കുറച്ച് പേരൊക്കെ ഇല്ലേ, അത് തന്നെ ഒരാശ്വാസം. വാ കേറ്.
മുതലാളി എന്താ? ഞങ്ങൾക്ക് കുറച്ച് ഇളവ് കൂടി തരണം. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല. ആ ആ, എന്റെ കാലയിലെടുത്തും പിടിക്കുന്ന ആദ്യമായിട്ടാ. ആ എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. നിന്റെ പ്രായം ഓർത്ത് ഞാനൊരു അവധി കൂടി തരുന്നു. പക്ഷെ ഇനി ഒരു സൗജന്യത്തെ വേണ്ടി ചോദിക്കരുത്. അടുത്ത മാസം 31-ാം തീയതിക്കകം വീട് ഒഴിഞ്ഞിരിക്കണം. പിന്നെ ഈ സൗജന്യം അവസാനത്തേതാ. ആവോ ഷോ. എന്താ വിഷ്ണു, നാട്ടുകാരൊക്കെ കൈയൊഴിഞ്ഞ് സഹായിച്ച പ്രസാദിന്റെ മകൻ ഇവന്റെയൊക്കെ കാല് പിടിക്കുന്ന കാണുമ്പോ സഹിക്കുന്നില്ല മോനെ. മോൻ കേറ്. വാ. ഇതാരാ വിഷ്ണുവോ? ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. നിന്നെ കണ്ടിട്ട് ഒരാഴ്ചയായല്ലോടാ. എവിടെ ആയിരുന്നു? അവിടെ പിന്നെ എന്തൊക്കെയുണ്ടാ വിശേഷം? എന്ത് വിശേഷം? ജീവിച്ചിരിക്കുന്നത് തന്നെ വിശേഷം. ആർക്ക് ആരെ സമാധാനപ്പെടുത്താനാവും? സഹിക്കുക, എല്ലാം സഹിക്കുക. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ആകെ പ്രശ്നത്തില. ചെറിയ ചെറിയ കടങ്ങള് ഒരുപാടുണ്ട്. അപ്പൂപ്പൻ ഒരു കുറിച്ചിട്ടി ചേർന്നുണ്ട്. കുറി വീണു. വലുതായിട്ടൊന്നുമില്ല. അത് ഞാനവിടെ എത്തിക്കാം. അമ്മാമ്മയുടെ കഴുത്തിലുള്ള മാലയും തരണം. പണയം വെക്കാനാ. ഞാൻ തിരിച്ചെടുത്ത് തരാം മോനെ. അത് അപ്പൂപ്പനിട്ട താലിമാലയാ. ആകെ അവക്കുള്ള സ്വർണ്ണം ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം അമ്മൂമ്മ തരൂല. ഞാൻ മരിച്ചു കഴിയുമ്പോ നീ എടുത്തോ. അപ്പൊ അത് തരില്ലല്ലേ? ഇല്ലെന്നല്ലേ പറഞ്ഞത്. ശരി, ഞാൻ പോകുന്നു. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. ബുദ്ധിമുട്ടായ പ്രേമേട്ടാ? എനിക്കോ? നീ കേറ്. ഇനി എങ്ങോട്ടാ പറയാം. വാ. പോയിട്ട് വാ മോനെ. ദേ വന്നു കാമുകൻ. നീ എന്ത് കണ്ടിട്ടാടാ സന്തോഷിന്റെ മകളുടെ പിന്നാലെ നടക്കുന്നത്? ആ മോളിക്കുട്ടി കഴിഞ്ഞ ദിവസം കണ്ടപ്പോ നിന്നെ പറ്റി പറഞ്ഞത് കേട്ടിട്ടേ തൊലി ഉരിഞ്ഞു പോയി. അവര് വിചാരിച്ചാ നിന്റെ തൊലി പോലും കാണില്ല. സന്തോഷ് ജോർജിന്റെ ഭാവി മരുമകൻ വന്നോ? നീ കടയിൽ വന്നപ്പോ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വിട്ടല്ലേ ഞാൻ. പിന്നെന്തിനാണോ നാണല്ലാണ്ട് വലിഞ്ഞു കയറി വരുന്നത്? മനുഷ്യനെ മെനക്കെടുത്താ. കിടപ്പും പോയി കിടപ്പാടും പോയിട്ടു ഉന്നതരായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചത് വെല്ലച്ചിനി വെല്ലുമ്മനെ അറിയിക്കാൻ വന്നതായിരിക്കും. പിന്നെ എനിക്ക് ഇന്ന് കളക്ടർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനുണ്ട്. പണം ഒഴികെ ബാക്കി എന്ത് വേണമെങ്കിലും മോൻ എന്നോട് ചോദിക്കാം. അതിനൊന്നല്ല അവൻ വന്നത്, കല്യാണം വിളിക്കാൻ വന്നതാവൻ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? ഞാൻ നിങ്ങളുടെ സാരോപദേശം കേൾക്കാൻ വന്നൊന്നല്ല. ഞങ്ങൾക്ക് കുറച്ച് പണം വേണം. നിങ്ങൾ അത് തന്നേ പറ്റൂ. പണം എടുത്തു കൊടുക്ക്. നിന്റെ അച്ഛൻ ഇങ്ങനെ പണ്ടെങ്ങാനും സഹായിച്ചതിനെ അതിന്റെ 10 ആയിട്ട് നിങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. കഷ്ടപ്പെടുന്നതിനെ അവർക്കും കൂടി വേണ്ടിയാ. എന്റെ അച്ഛൻ സഹായിച്ചതിന് നിങ്ങൾ തിരിച്ചു തന്നതിന്റെ കണക്ക് നിരത്താനല്ല ഞാനിവിടെ വന്നത്. മരണമല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറെ മാർഗമല്ല. അതിപ്പോ പുതിയ സംഭവം അല്ലല്ലോടാ. വെട്ടി കീറി ആംബുലൻസ് കൊണ്ടുവന്ന് കുഴിച്ചു മൂടി കഴിയുമ്പോ എല്ലാരും സങ്കടം മാറും. വലിച്ചു പറഞ്ഞത് കേട്ടില്ലേ? കോൺഫിഡൻസ് ഉണ്ട്. എനിക്കാണെങ്കിലേ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. എന്താടാ നിനക്ക് തല്ലണോ? വല്യമ്മയുടെ കൈ കിടക്കുന്ന വള എനിക്കൊന്ന് പണയം വെക്കണ്ട. നിനക്ക് മയക്കുമരുന്ന് അടിക്കാനും കാമുകിമാരെ സൽക്കരിക്കാനും ഞങ്ങൾ അധ്വാനിച്ച പണമാണല്ലേ? ഇറങ്ങിപ്പോടാ നായ. എന്നിട്ട് പോയി പിച്ച വാങ്ങണം. വല്യമ്മയുടെ കൈ കിടക്കുന്ന ഈ വള തന്ന പിന്നെ പിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ. നീ പണി കടന്നാൽ പിന്നെ ഞാൻ പോലീസ് പിടിപ്പിക്കും. നായ ധൈര്യം കൂടുതൽ എന്റെ കൈ കയറി പിടിക്കാനല്ലടാ. നിന്നെ ഞാൻ കണ്ടോളാം. ഇറങ്ങി പോടാ. നോക്കുന്നാടില്ലേ താന്തേ പോലെ കുടുംബം നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഈ പടി ഇനി അവനെ കയറ്റിയേക്കരുത്. മോനെ ഏത് മോനെ? വിഷ്ണു, പ്രേമേട്ടാ എന്റെ കയ്യിൽ ബാലൻസ് ഒന്നുമില്ല. സാരമില്ല, ഉള്ളപ്പോ കണക്ക് പറയാൻ വന്നിട്ടില്ലേ? മോൻ പോയിക്കോ.
പഴനിയിൽ എക്സൈസിന്റെ പോലീസിന്റെ ചെക്കിങ്. 2-3 സിനിമക്കാരെ റേഡി പിടിച്ചതിന് ശേഷം പരിശോധന കർശനമാക്കി. കുറച്ച് ദിവസം കഴിയുമ്പോ ഈ ചൂടൊക്കെ മാറും. എനിക്ക് ബൈക്ക് 2 ദിവസത്തേക്കൊന്നും വേണം. അയ്യോ പിന്നെ ഞാൻ ഒന്നും പറയണ്ട, വാടക തരും. അവരെ കൂടെ പുറത്തിറക്ക്, ഒരു ചായ വാങ്ങിച്ചു കൊടുക്ക്. ഇതില്ലേ പൂക്കട നടത്തുന്ന രാജപ്പന്റെ മോനല്ലയോ? ആനോടാ? എന്റെ അച്ഛനാ രാജപ്പൻ. എന്താ സാറേ ഇവൻ ചെയ്ത കുറ്റം? 2 കൊച്ചു കുട്ടികൾ വെന്റിലേറ്ററില്ല. 12 വയസ്സുള്ള 2 ആൺകുട്ടിക്ക് ഇവൻ മദ്യത്തില് മയക്കുമരുന്ന് കലക്കി കൊടുത്തു. എടാ മഹാഭാവി, ഇവനൊരു കാമുകിയുണ്ട്. അവളാണ് മയക്കുമരുന്നിന്റെ വില്ലെത്തി. അവളെ തപ്പി ഇറങ്ങിയതാ. കണ്ടുപിടിക്കണം. ചായ. സാറേ, നമ്മുടെ നാട് ഒരുപാട് പുരോഗമിക്കും. പക്ഷെ ഈ മയക്കുമരുന്നുണ്ടല്ലോ അതെല്ലാം നശിപ്പിക്കും. നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഈ മയക്കുമരുന്ന് വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും എല്ലാത്തിനും വെടിവെച്ച് കൊല്ലണം. ഹലോ, ഹോട്ടൽ നല്ല ഭൂമിയല്ലേ? ഒരു 3 ബ്രോസ്റ്റഡ് ചിക്കൻ പാർസൽ. അമ്മയുടെ മോന്റെ മുഖത്ത് നല്ല തെളിച്ചം കാണണ്ടല്ലോ. എന്ത് പറ്റി? അമ്മ ഇന്ന് അടുക്കളയിലൊന്നും വെക്കണ്ട, ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നേരാണ്. നിന്റെ അനിയനെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. മോനെ, ഈ ബൈക്ക് ഇത് ഒരു ഫ്രണ്ടിന്റെ. ഭക്ഷണം കൊണ്ടുവരുമ്പോഴേക്കും ഞാൻ ഇങ്ങെത്താം. അപ്പോഴേക്കും ജീവൻ ഇങ്ങെത്തും. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അമ്മാമേ. വിഷ്ണു എന്താക്കളെ? അമ്മാമേ, അപ്പാപ്പനെവിടാ? അപ്പാപ്പൻ ടൗൺ വരെ പോയി എന്തോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ മോനെ, ഞാൻ ക്ഷേത്രത്തിൽ വരെ പോകാൻ ഒരുങ്ങുമായിരുന്നു. അമ്മാമേ, ഞാൻ ക്ഷേത്രത്തിലോ എവിടെ വേണേലും അത് പിന്നെ എനിക്ക് അറിയത്തില്ല. അമ്മാമേ, ഇപ്പൊ ഈ സ്വർണത്തിനൊക്കെ എന്താ വില? അമ്മാമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഒരു 4-5 പവനെങ്കിലും കാണില്ലേ? നീ എന്തിനാ എന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണത്തിന്റെ തൂക്കം അറിയുന്നേ? അമ്മാമേ അമ്മാമേ അമ്മാമേ, മൊത്തത്തിൽ പാളിയിരിക്ക. കൈപ്പലിശ വാങ്ങിയ 3-4 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അമ്മാമയാണെങ്കിൽ മാല തരുന്നില്ല. എനിക്കാണെങ്കിൽ അത് കിട്ടിയേ മതിയാവും. അതിനെന്തിനാ നീ കഥ അടയ്ക്കുന്നേ? എന്റെ പൊന്നമ്മാമ, ഈ മാല എനിക്ക് വേണം. എന്തായി കാണിക്കുന്നേ? ഹലോ, രമേശ് അല്ലേ? ഞാൻ വിഷ്ണു. ഒരു 30,000 GPay ചെയ്തിട്ടുണ്ട്. നമ്മൾ തമ്മിലുള്ള ഇടപാടൊക്കെ തീർന്നില്ലേ? സമയം കിട്ടുമ്പോഴേ ഞാൻ പലതവണ അയച്ച തുകയൊന്ന് കൂട്ടി നോക്കാം. ലക്ഷങ്ങളുണ്ടായിരിക്കും അല്ലേ? പിന്നെ നിന്റെ ബൈക്ക് ഞാൻ വീട്ടിൽ വെച്ചേക്കാം. നാളെ നീ തന്നെ വന്നെടുത്താൽ മതി. എന്നെ ലഹരിയുടെ മായാലോകത്തേക്ക് അയച്ച സ്നേഹിത, നന്ദി. എടോ, കിടന്ന കിടപ്പിന്ന് അനങ്ങരുത്.
അച്ഛനെ നിങ്ങൾ അപമാനിച്ചാൽ ഞാൻ സഹിക്കണോടോ? മക്കൾക്ക് വേണ്ടി കൂട്ടിവെച്ചിരിക്കുന്ന സ്വത്ത് അവർ അനുഭവിക്കട്ടെ. താൻ വിഷമിക്കണ്ട, താൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. പോകുമ്പോ കുറച്ചുപേരും കൂടി കൊണ്ടുപോകുന്നുണ്ട്. ഞാനും പുറകെ വരാം. നിങ്ങൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് അറിയണം. ഈ വീട്ടിൽ നിന്നുള്ള ശബ്ദമൊന്നും ആരും കേൾക്കില്ലടി. ജോർജിന്റെ മകളെ ഞാൻ പ്രേമിക്കുന്നതിന് നിങ്ങൾ അഭിമാനത്തിന് മുറിവേറ്റോ? ഇവർക്കൊപ്പം നിങ്ങളെയും നരകത്തിലേക്ക് വിടുക. അമ്മാതെ ഭക്ഷണം വന്നു. ഇതെ സർ. ശരി, ഓക്കെ. ദാമേ പിടിക്ക്. ബ്രോസ്റ്റർ ചിക്കനാ എന്റെ അനിയന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. അവസാനത്തെ ആഹാരം. അതിനുശേഷം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. എങ്ങനെയായാലും അമ്മയ്ക്ക് സന്തോഷം. എന്നൊരു ടേസ്റ്റ് എല്ലാ വഴികളും അടഞ്ഞു. നമുക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇത് വാങ്ങിക്കേ. സമയമായിക്ക് നമുക്ക് പോകാൻ പോലെ.
സ്പോർട്സിലും കലയിലും എന്റെ അനിയൻ ഒന്നാമതാവണമെന്ന ചേട്ടന്റെ ആഗ്രഹത്തിന് നീ തുടക്കട്ടിരിക്കുന്നു. ഇത് ഒടുക്കമാണ്. നീ ജയിക്കുന്ന പറഞ്ഞിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ബ്രോസ്റ്റർ ചിക്കൻ വരുത്തി. ജീവ, നീ ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. നിന്റെ തെളിഞ്ഞ മുഖം ചേട്ടനൊന്ന് കാണട്ടെ. നീ പറഞ്ഞതുപോലെ ഡ്രസ്സൊന്നും എടുക്കില്ല. നീ എന്താ റെഡിയാവാത്തെ? നമുക്ക് പോകണ്ടേ? എന്നിട്ട് അവരെ പെട്ടും. അമ്മ എവിടെ? ഞാൻ അമ്മയുടെ യാത്ര പറയട്ടെ. അവര് മരിച്ചു. ഞാൻ അവരെ കൊന്നു. എന്നെ വളർത്തിയ എന്റെ അമ്മയും സഹോദരനെ ഞാൻ കൊന്നു. ഞാൻ വെറുക്കുന്ന എന്റെ വല്യച്ഛനെയും വല്യമ്മയും ഞാൻ കൊന്നു. ഇനി നമുക്ക് ഒരുമിച്ച് മരിക്കാം. ഇത് പെട്രോളാ. നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കത്തിച്ച് മരിക്കാം. നീ എന്നെ ഉപേക്ഷിച്ച് പോലെ എന്റെ അമ്മയും അനിയനൊക്കെ പോയ സ്ഥലത്തേക്ക് നമുക്ക് പോവാം. നീ പോകരുത്. നമുക്ക് ഒരുമിച്ച് പോവാം. മരിക്കണമെങ്കിലും ജീവിക്കണമെങ്കിലും നമ്മൾ ഒരുമിച്ചെന്ന് നീ പറഞ്ഞിട്ടില്ല. ഞാനല്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റും? പറ്റില്ല. നീ പോകരുത്, പോകരുത്. ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ഒരുമിച്ച് മരിക്കാം. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇത്രയും പേരെ കൊന്നു തള്ളി നിന്റെ മനസ്സ് എന്തുവാണ്? എന്താണ് നിനക്ക് തൂക്കേറെ ഉറപ്പാ? 6 പേരെ കൊന്നു എനിക്ക് ഒരിക്കലല്ലേ തൂക്കേറിട്ടു. നീ 6 പേരെ കൊന്നില്ല, ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അതാരാ? നിനക്ക് ജന്മം തന്ന നിന്റെ അമ്മ. എന്റെ അമ്മ മരിച്ചില്ലേ? നേരാണ് സാറേ, എന്റെ അമ്മ തുളസി മരിച്ചില്ലേ? എന്റെ അമ്മ തുളസി എവിടെയുണ്ട് സാർ? അവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്. സിസ്റ്റർ, ആരൊക്കെ എന്നെ കാണാൻ വന്നത്? കാഴ്ചക്കാരാണോ? എന്റെ മോൻ സിസ്റ്റർ എന്നെ ഒന്ന് ചാടിയെടുത്ത്. പെടല് തിരിക്കാൻ പറ്റത്തില്ല. മോനെ ഈ ഭാഗത്തേക്ക് നിർത്തിക്കും.
നോക്ക്. എന്റെ മോനൊരു കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ ചേരുമെന്ന് താഴെ വീണത്. അല്ല അല്ല ഞാനാ ചെയ്തേ. എന്റെ അമ്മേ എല്ലാരും ഞാനാ കൊന്ന്. അമ്മേ അമ്മേ എന്തിനാ എന്തിനാ എന്നെ പ്രസവിച്ച? ഒന്ന് മരിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. മോനെ എന്റെ മോനെ ശിക്ഷിക്കല്ലേ സാറന്മാരെ. എന്റെ വയറ്റി പറഞ്ഞതാണ്. എനിക്ക് ആ മാത്രമേ ഉള്ളൂ. മതി. അമ്മേ, അമ്മേ, അമ്മേ.